ഒരു സമയം കൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്ന് ഒരു ഉപമ നമുക്ക് പഠിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം അധ്യായത്തിന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 16-ന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യം. ഇത് ഒരു ഉപമയാണ്. അതായത് നമ്മൾ ധനവാന്റെയും ലാസാറിന്റെയും ഉപമ എന്ന് പഠിക്കുന്ന ഒരു ഉപമയാണ്. ഈ ഭാഗം എല്ലാം നമ്മൾ നോക്കിയാൽ കർത്താവായ യേശു പറഞ്ഞ ചില ഉപമകളാണ് ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത്. ഈ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് 15 അധ്യായം ആരംഭിക്കുന്നത് മുതൽ കർത്താവായ യേശു പറഞ്ഞ ഉപമകളാണ് നമ്മൾ കാണുന്നത്. 15 അധ്യായം ആരംഭിക്കുന്നത് ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പെറുപെറുത്തു. അവരോടവൻ ഈ ഉപമ പറഞ്ഞു. അപ്പം യേശു പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറയുന്ന ഒരു ഉപമയാണ്. എന്താ? ചുങ്കക്കാരും പാപികളും എല്ലാം യേശുവിന്റെ അടുക്കൽ വന്നപ്പോ യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പെറുപെറുത്തപ്പോ യേശു പറയുന്ന ഒരു ഉപമയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അതായത് ഈ ഒരു ഉപമയുടെ ഒരു ശൃംഖല ഏതാണ് 5 ഉപമകൾ യേശു പറയുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് ഈ ഉപമയെല്ലാം പറയുന്നതിന്റെ കാര്യം ചുങ്കക്കാരെയും പാപികളെയും കുറിച്ചുള്ള പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെ അഭിപ്രായത്തിന് എതിരായിട്ട് യേശു സംസാരിക്കുമ്പോഴാണ് ഈ 15-ാം അധ്യായത്തിൽ പറയുന്ന ഒന്നാമത്തെ ഉപമ. അതായത് ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ 100 ആടിനെ സംബന്ധിച്ചുള്ള ഉപമ. ഇനി അതിനെ തുടർന്ന് 8-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 15-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പം അല്ല ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെയും തുടരുകയാണ്. അപ്പം ആദ്യം പറഞ്ഞ് 100 ആടിനെ സംബന്ധിച്ച് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നത്, നമ്മുടെ വിഷയം ധനവാൻ ലാസറുവാണ്. 100 ആടിനെ സംബന്ധിച്ചുള്ള ഉപമ യേശു പറഞ്ഞിട്ട് പിന്നെ തുടർന്ന് വരുമ്പോൾ യേശു പറയണം അല്ല ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കും. അപ്പൊ മുമ്പേ പറഞ്ഞ് 100 ആടിനെ കുറിച്ച് പറഞ്ഞ ഉപമയ്ക്ക് സമാനമായിട്ട് പിന്നെ മറ്റൊരു ഉപമ പറയുക 10 ദ്രഹ്മയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച്. ഇവിടെ പറയാം 100 ആടുണ്ട്, ഒരാടിനെ കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് കണ്ടെത്തും വരെ അന്വേഷിച്ച് ആ ആടിനെ കുറിച്ച് ഏറ്റവും അധികം സന്തോഷിക്കും എന്നുള്ളതാണ് ആദ്യം പറയുന്ന ഉപമ. അതേ പ്രകാരത്തിൽ തന്നെ അതേ ആശയം ധ്വനിപ്പിക്കുന്ന ഒരു ഉപമയാണ് പിന്നെയും പറയുന്നത്. അത് അല്ല ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ, 10 ദ്രഹ്മയിൽ ഒരു ദ്രഹ്മ കാണാതെ പോയാൽ ആ കാണാതെ പോയ ദ്രഹ്മയെ അവൾ വിളക്കെടുത്ത് അടിച്ചുവാരി കണ്ടെത്തും വരെ അതിനെ അന്വേഷിക്കും. കണ്ടെത്തിയാൽ മറ്റു ദ്രഹ്മയേക്കാൾ അധികമായിട്ട് ആ കാണാതെ പോയ ദ്രഹ്മയെക്കുറിച്ച് സന്തോഷിക്കും. 11-ാം വാക്യത്തിൽ പിന്നെ അടുത്ത് പോകുമ്പോൾ പറയുക, പിന്നെയും അവൻ പറഞ്ഞത് ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. മുടിയനായ പുത്രന്റെ ഉപമയെ, അതിൽ ഒരുവൻ അപ്പനോട് വീതമെല്ലാം മേടിച്ചു പോയി എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു പിന്നെ അപ്പന്റെ ഭവനത്തിലേക്ക് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്ന ഒരുവനെ കുറിച്ചാണ് മൂന്നാമത് പറയുന്നത്. ഇങ്ങനെ ഈ 3 ഉപമകൾ യേശു പറഞ്ഞു കഴിയുമ്പോൾ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പം നമ്മൾ ഇനി 4-ാമത്തെ ഉപമയാണ്. അതായത് ഒരു മനുഷ്യന് ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒരു അനീതിയുള്ള കാര്യവിചാരകന്റെ ഉപമ. അതായത് കാര്യവിചാരകനെ ചുരുക്കി പറഞ്ഞ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ 4 ഉപമകളെ യേശു പറയുമ്പോ ഈ 16-ാം അധ്യായം 14-ാം വാക്യം കണ്ടോ, ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ടു, അവനെ പരിഹസിച്ചു. അപ്പൊ ഈ ഉപമ എല്ലാം ആരോടാ പറഞ്ഞേ? ചുങ്കക്കാരോടും പാപികളോടും കൂടെ അവൻ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ആരോപണം യേശുവിന്റെ മുമ്പിൽ വന്നപ്പോ, യേശുവിനെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോഴാണ് യേശു പരീശന്മാരോട് ശാസ്ത്രിമാരുടെ ഉപമകളൊക്കെ പറയുന്നത്. എന്നിട്ട് നമ്മൾ വായിക്കുന്നു, ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ട് അവനെ പരിഹസിച്ചു. ഇങ്ങനെ യേശു ഈ പറയുന്ന ഉപമകളെല്ലാം പറഞ്ഞു. ഈ 4 ഉപമയും, അതായത് ഇവിടെ പറയുന്ന ഈ ഉപമയിൽ നമ്മൾ കാണുന്ന ഈ ഉപമകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ചുങ്കക്കാരോടും പാപികളോടുമുള്ള മനുഷ്യരുടെ സമീപനവും ചുങ്കക്കാരോടും പാപികളോടുമുള്ള യേശുവിന്റെ സമീപനം അല്ലെ ദൈവത്തിന്റെ സമീപനവുമാണ്. ചുങ്കക്കാരും പാപികളും കൊള്ളുകയല്ലാത്ത ആളുകൾ എന്ന് അന്ന് സാമാന്യം മനുഷ്യ യഹൂദന്മാര് വിചാരിച്ചിരുന്നു. അതുകൊണ്ട് അവരുടെ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ എന്ത് ചെയ്തു? പരീശന്മാരും ശാസ്ത്രിമാരും ന്യായപ്രമാണം സംബന്ധിച്ച് പണ്ഡിതന്മാരും അറിവുള്ളവരുമായ യഹൂദന്മാരുടെ നേതാക്കന്മാരാ. ഈ ആളുകൾ എന്ത് പറഞ്ഞു? യേശു ചുങ്കക്കാരെയും പാപികളെയും സ്നേഹിക്കുകയും അവരുടെ വീട്ടിൽ പോവുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തപ്പോൾ യഹൂദ ജനത്തിന് ഈ ചുങ്കക്കാരോടും പാപികളോടുമുള്ള എതിർപ്പ് യേശുവിനോടും ഉണ്ടാകുകയാണ്. അപ്പം ചുങ്കക്കാരും പാപികളുമായ ആളുകളോട് യേശുവിന്റെ സമീപനം എന്തെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. അവരോട് ഈ യഹൂദ ജനതയ്ക്കുള്ള സമീപനം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇതല്ല യേശു ഈ ഉപമയിലൊക്കെ പറഞ്ഞെന്താ? കാണാതെ പോയ ആടുണ്ടെങ്കിൽ ആ ആടിനെ കണ്ടെത്തണം, അല്ലെ ഒരു കാണാതെ പോയ ദ്രഹ്മയുണ്ടെങ്കിൽ ആ ദ്രഹ്മ കണ്ടെത്തണം, മുടിയനായ പുത്രൻ തെറ്റുതിരുത്തി മടങ്ങി വന്നാൽ അവനെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ചുങ്കക്കാരും പാപികളുമായ ആളുകൾക്ക് വരുവാനിരിക്കുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് യേശു സംസാരിക്കുമ്പോൾ എന്താണ് അവിടെ ഫലമുണ്ടായത്? 16-14 ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ടു, അവനെ പരിഹസിച്ചു.
അവൻ അവരോട് പറഞ്ഞു. അപ്പൊ ദ്രവ്യാഗ്രഹികളായ പരീശന്മാര് ഇതൊക്കെ കേട്ട് യേശു ഈ പറഞ്ഞ ഉപമകളൊക്കെ ചുങ്കക്കാരോടും പാപികളോടുമുള്ള ആനുകൂല്യം കൊണ്ടാണ് എന്ന് അവർ മനസ്സിലാക്കിയപ്പോ അവർ യേശുവിനെ പരിഹസിച്ചു. 15-ാം വാക്യം, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു. കാരണം ചുങ്കക്കാരും പാപികളും ഒക്കെ എന്ത് ചെയ്യുന്ന ആളുകളാണ്? അവര് ന്യായപ്രമാണ പണ്ഡിതന്മാരാണ്, അവര് മോശയുടെ പാദപീഠത്തെങ്കിൽ ഇരിക്കുന്നു എന്നൊക്കെ അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുക. അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജനവിഭാഗം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും അരുളപ്പാടുകളും ഒക്കെ അവർക്കാണ് ഉള്ളത്. ഇതൊക്കെ പറഞ്ഞ് അവർ മറ്റുള്ളവരെ അടിമകളാക്കുകയും ഈ ചുങ്കക്കാരും പാപികളുമാകുന്ന ജനത്തിന്റെ മേൽ വാഴുകയും ചെയ്യുന്ന പരീശന്മാരും ശാസ്ത്രിമാരുമാകുന്ന ആളുകൾ. ഇവര് നോക്കിയപ്പോൾ ഇവര് യേശുവിനെ പരിഹസിച്ചു. ഇവരെന്നിട്ട് ഇവിടെ യേശുവോട് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയ നിരൂപണം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്രേ എന്ന് പറഞ്ഞ് യേശു പിന്നെ തുടർന്നൊരു കാര്യം പറയുകയാണ്. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു, അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. ഇപ്പൊ ചുങ്കക്കാരും പാപികളും മോശയുടെ പാദപീഠത്തിൽ ഇരിക്കുന്നു, മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അത് അങ്ങനെ തന്നെ ആയിരുന്നു. അവര് യഹൂദന്മാരുടെ ഭരണാധികാരികളായിട്ട് പരീശന്മാരും ശാസ്ത്രിമാരും ചുങ്കക്കാരെയും പാപികളെ എല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദന്മാരുടെ നേതാക്കന്മാര്. ആ നേതാക്കന്മാര് മോശയുടെ സിംഹാസനത്തിൽ എത്ര കാലം ഇരിക്കുമെന്ന് യേശു പറയുക. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. ഇപ്പൊ ന്യായപ്രമാണം ഉള്ള കാലത്തോളവും ആർക്കും അവിടെ സ്ഥാനമുണ്ട്. ശാസ്ത്രിമാർ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ ശാസ്ത്രിമാര്, ന്യായപ്രമാണം സംബന്ധിച്ച് പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകളാണ്. ന്യായപ്രമാണം എത്ര കാലത്തോളം ഉണ്ടോ അത്രയും കാലവും പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും സ്ഥാനമുണ്ട്. എന്നാൽ ന്യായപ്രമാണം നീക്കപ്പെട്ടാൽ പിന്നെ ഈ പരീശന്മാർക്ക് ശാസ്ത്രിമാർക്ക് ന്യായപ്രമാണത്തിന്റെ കാവൽക്കാർ എന്നുള്ള നിലയിൽ ഈ പരീശന്മാർക്ക് ശാസ്ത്രിമാർക്ക് പിന്നെ സ്ഥാനമുണ്ടോ? സ്ഥാനമില്ല എന്ന് യേശുവോട് അസന്നിഗ്ധമായിട്ട് പറയാം. അതുകൊണ്ട് ഈ കാര്യം സമർത്ഥിക്കുന്ന യേശു ഈ ധനവാനും ലാസറും എന്നുള്ള ഉപമ യേശു പറയുന്നത്. അപ്പം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു, അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. ദൈവരാജ്യത്തെ എന്ന് സുവിശേഷിക്കുവാൻ തുടങ്ങുന്നുവോ അതു മുതൽ ന്യായപ്രമാണത്തിന് സ്ഥാനമില്ല എന്ന് യേശു പറയുക. മനസ്സിലായോ? ഇപ്പൊ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയാ, സ്നാപക യോഹന്നാൻ. അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തെ എപ്പോ സുവിശേഷിക്കാൻ തുടങ്ങി? യേശുവിന്റെ കാലം മുതൽ ദൈവരാജ്യം സുവിശേഷിക്കാൻ തുടങ്ങി. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ കാണുന്നത് 1-ാം അധ്യായം 14-15 വാക്യങ്ങളൊക്കെ പറയുന്നത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് പുതിയൊരു പ്രസംഗം ആരംഭിക്കുക. അതുവരെ ഉണ്ടായിരുന്ന ന്യായപ്രമാണ കാലം അവിടെ തികയ്ക്കപ്പെടുന്നു, ന്യായപ്രമാണം അവസാനിക്കുന്നു. ഇനി സുവിശേഷത്തിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ രാജ്യത്തിൽ വിശ്വസിക്കുക എന്ന് എപ്പോൾ സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങുന്നുവോ അവിടെ ന്യായപ്രമാണത്തിന്റെ കാലം അവിടെ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് പറഞ്ഞിട്ട്, അതായത് ന്യായപ്രമാണത്തിന്റെ കാലം യോഹന്നാൻ വരെയായിരുന്നു, അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ട് യേശു പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ 18-ാം വാക്യം കാണുന്നത്. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ എല്ലാം വ്യഭിചാരം ചെയ്യുന്നു, ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഈ ചുങ്കക്കാരോടും പാപികളോടും ഉള്ള സമീപനത്തിന്റെ പേരിൽ യേശുവിനെ കുറ്റം പറഞ്ഞ പരീശ ശാസ്ത്രി വർഗത്തോട് യേശു പറയുകയാണ്, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു, അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. ഇത് കഴിഞ്ഞിട്ട് യേശു പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവന് വ്യഭിചാരം ചെയ്യുന്നു പറയുന്നത്. ഈ കാര്യം അവിടെ യേശു പറയേണ്ട ആവശ്യം എന്താ? ഇങ്ങനൊരു കാര്യം ഇത് നമ്മുടെ നോട്ടത്തിൽ ഒരു സാൻമാർഗിക നിയമമാണ്. ഒരു ഭാര്യ ഇരിക്കുമ്പം ആ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുത്തെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഭർത്താവ് ഉപേക്ഷിച്ച് ഒരു സ്ത്രീയെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവനും വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു. വ്യഭിചാരത്തെ കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. വാസ്തവത്തിൽ യേശു സംസാരിച്ചു വരുന്ന വിഷയം എന്താ? പരീശന്മാരും ശാസ്ത്രിമാരും മോശയുടെ പീഠത്തിൽ എത്ര കാലം ഇരിക്കുമെന്നുള്ള കാര്യം പറഞ്ഞു വരുന്നത്. അത് ന്യായപ്രമാണത്തിന്റെ കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അതുകൊണ്ട് അന്ന് മുതൽ യോഹന്നാൻ എവിടെ നിർത്തിയോ അവിടെ യേശു തുടങ്ങി. കാരണം യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തി, ആ യോഹന്നാൻ അവിടെ അവസാനിപ്പിച്ചു. യോഹന്നാൻ പറഞ്ഞു, ഇനി ഞാനോ കുറയണം അവനോ വളരണം. യോഹന്നാൻ എവിടെ അവസാനിപ്പിച്ചുവോ അവിടെ യേശു ആരംഭിക്കുക. യേശു സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. യേശു സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ ന്യായപ്രമാണത്തിന്റെ കാലം അവസാനിച്ചു. അതുകൊണ്ട് ഇനി പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു എന്ന് പറയുവാൻ അങ്ങനെ
അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുവാൻ അവർക്ക് കഴിയുകയില്ല എന്ന് യേശു അസന്നിഗ്ധമായിട്ട് ഈ കാര്യം അവതരിപ്പിക്കുന്ന ആ സ്ഥലത്ത് ആ സാഹചര്യത്തിൽ യേശു എന്തിനാണ് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നതിന് വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നതിന് വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സാൻമാർഗികമായ ഒരു കൽപ്പന? നമ്മുടെ നോട്ടത്തിൽ ഇതൊരു സാൻമാർഗിക കൽപ്പനയാണ്. ഏതാളും അനുവർത്തിക്കേണ്ടതായ, അനുഷ്ഠിക്കേണ്ടതായ, കുടുംബ ജീവിതത്തിൽ പുലർത്തേണ്ടതായ ആ പരിഭാവനതയെ ഉദ്ദേശിച്ചാണ് ഈ ഒരു കൽപ്പന നമ്മൾ കാണുന്നത്. എന്നാൽ യേശു ഇത് പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറയാൻ കാര്യം എന്താ? പരീശന്മാരും ശാസ്ത്രിമാരും ഒരിക്കൽ പോലും ഭാര്യയെ ഉപേക്ഷിച്ച് വേറൊരുത്തി വിവാഹം കഴിക്കുവാനോ അല്ലെങ്കിൽ ഇങ്ങനെ സാൻമാർഗികമായ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിലുള്ള ഈ സാൻമാർഗികമായ നിയമം ലംഘിക്കുവാൻ അവർ തയ്യാറാകുകയില്ല. അവരങ്ങനെ ഒരു നിയമം ലംഘിക്കുകയില്ല. കാരണം അവർ ജനത്തിന്റെ മുമ്പിൽ പരീശന്മാരും ശാസ്ത്രിമാരുമായിട്ട് ജനത്തെ നയിക്കുന്ന നായകന്മാരായിരിക്കുമ്പോൾ ആ ജനത്തിന്റെ മുമ്പാകെ തന്നെ അവരുടെ ന്യായപ്രമാണത്തിലെ കൽപ്പനകളെ ലംഘിച്ച് ഒരു കുത്തഴിഞ്ഞ് അവരുടെ കുടുംബജീവിതത്തെ അലങ്കോലപ്പെടുത്തുവാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യുകയില്ലാത്ത പരീശാസ്ത്രി വർഗത്തോട് യേശു അവരിങ്ങനെയാണ് എന്ന് പറയാൻ ഒരു സാധ്യതയുമില്ല. പിന്നെന്താണ്? മാത്രമല്ല ഇവിടെ അങ്ങനെ ഒരു കാര്യത്തെ അവതരിപ്പിക്കേണ്ട, കുടുംബജീവിതത്തെ അലങ്കോലപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചോ കുടുംബജീവിതത്തിൽ പുലർത്തേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചോ ഒന്നുമല്ല യേശു ഇവിടെ പറഞ്ഞു വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് യേശു ഇത് പറഞ്ഞത്? യേശു വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെ ഇവിടെ അവതരിപ്പിക്കുകയായിരുന്നു. ഇവിടെ യേശു പറയുന്നത്, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ എല്ലാം വ്യഭിചാരം ചെയ്യുന്നു. ഒരു ഭാര്യ ഇരിക്കുമ്പോ ആ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അത് വ്യഭിചാരം. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. അപ്പോ ഒരു ഭാര്യ ഇരിക്കുമ്പോൾ ആ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ഭാര്യയെ വിവാഹം കഴിച്ചാൽ അവൻ വ്യഭിചാരം ചെയ്യുന്നു. ഒരുവൻ ഉപേക്ഷിച്ച് ഒരുത്തിയെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അതും വ്യഭിചാരം ചെയ്യുന്നു എന്ന് യേശു ഇവിടെ പറയാൻ കാര്യം എന്താ എന്ന് ചോദിച്ചാൽ, യേശു ഇവിടെ പറഞ്ഞു വരുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട യേശു സംസാരിക്കുന്നു. ന്യായപ്രമാണം അവസാനിക്കുന്നു, പുതിയൊരു പ്രമാണം ആരംഭിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ന്യായപ്രമാണത്തെ ഒരു സ്ത്രീ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന് പറയും. ദൈവത്തെ ഒരു പുരുഷൻ എന്ന് പറയും. ദൈവത്തിനൊരു ഭാര്യ ഉണ്ടോ എന്നൊന്ന് ന്യായമായിട്ട് ചോദ്യം വരും, ഇല്ലേ? ദൈവത്തിന് ഭാര്യ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ദൈവത്തിനൊരു ഭാര്യ ഉണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ട്. യെശയ്യാവിന് പറഞ്ഞ 54 അധ്യായത്തിൽ 4 വാക്യം വായിച്ച്. യെശയ്യാവ് 54 അധ്യായം 4 വാക്യം. നീ ലജ്ജിച്ചു ശ്രമിക്കേണ്ട, നീ നാണിച്ചു പോകില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും, നിന്റെ വൈദ്യത്തിലെ നിന്റെ നീ ഓർക്കുമില്ല. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. അതെ, 5 വാക്യം, 54:5. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. അപ്പൊ സൈന്യങ്ങളുടെ യഹോവ ആരാണ് ഇവിടെ പറയുന്നത്? നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, ആ ഭർത്താവിന്റെ പേര് സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എന്ന് പറയും. സൈന്യങ്ങളുടെ യഹോവ ഒരു ഭർത്താവാണ്. സൈന്യങ്ങളുടെ യഹോവ ഒരു ഭർത്താവാണെങ്കിൽ സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ആര് വേണം? ഒരു ഭാര്യ വേണം, സംശയമില്ല. ഗലാത്യ ലേഖനം 4 അധ്യായം നമ്മൾ കാണുമ്പോ ഈ ഭാര്യ എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിലുള്ള ഒരു സ്ത്രീയോ ഒരു ഭാര്യയോ അല്ല, ആലങ്കാരികമായിട്ട് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഗലാത്യ ലേഖനം 4 അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ ഇത് പറയുന്നുണ്ട്. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ ജനിച്ചിരിക്കുന്നല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരം, സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്താലും ജനിച്ചിരിക്കുന്നു. ഇത് സാദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. 2 സ്ത്രീകളെ സംബന്ധിച്ച് അവിടെ പറയുന്നത്, അബ്രഹാമിന് 2 ഭാര്യമാരെ സംബന്ധിച്ച് പറയുക, ഈ സ്ത്രീകൾ 2 നിയമങ്ങളാകുന്നു. അത് സ്ത്രീകളായിരുന്നു അബ്രഹാമിന്റെ ഭാര്യമാരെ. ആ സ്ത്രീകളെ വെച്ചുകൊണ്ട് പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇത് 2 നിയമങ്ങളാണ്, 2 ഉടമ്പടികളെ കുറിച്ചാണെന്ന് പറയുകയാണ്. സീനായ് മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ. ഹാഗാർ എന്നത് അറബ് ദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു. ഇത് ഇപ്പോഴത്തെ യെരൂശലേമിനെ നോക്കുന്നു. അത് തന്റെ മക്കളോട് കൂടെ അടിമയിലെന്നോ ഇരിക്കുന്നത്. മീതയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. മീതയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലനാണ് ഇത് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഉൾപ്പെടുന്ന യേശുവിന്റെ മണവാട്ടിയായ സഭയെ സംബന്ധിച്ച് ആ സഭയ്ക്ക് ഒരു അമ്മയുണ്ടെന്നല്ലേ അവിടെ പറയുന്നത്. ഈ അമ്മ എന്ന് പറഞ്ഞാൽ യഹോവയെ ഒരു ഭർത്താവായിട്ട് ചിത്രപ്പെടുത്തുമ്പോൾ ആ യഹോവയുടെ ഭാര്യ എന്ന് പറയുന്നത് ഉടമ്പടികളാണ്. ദൈവം തന്റെ ജനത്തോട് ചെയ്യുന്ന ഉടമ്പടികൾ. ആ ഉടമ്പടികളെ കുറിച്ചാണ് ഗലാത്യ ലേഖനം സംസാരിക്കുന്നത്. ആ ഉടമ്പടികളിൽ യഹോവയായ ന്യായപ്രമാണ കാലം നിലനിൽക്കുമ്പോൾ, ന്യായപ്രമാണ കാലം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് മിസ്രയീമിൽ വെച്ച് അവർക്ക് സീനായി മലയിൽ വെച്ച് കൊടുത്ത പ്രമാണമാണ്. ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ കീഴില്ല, ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടവരാണ്, ന്യായപ്രമാണത്തിന്റെ അടിമകളാണ് ഇസ്രായേൽ ജനം. അതുകൊണ്ടാണ് ഇവിടെ ഗലാത്യ ലേഖനം നമ്മൾ വായിച്ചത്, അതുപോലെ തങ്ങളുടെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് യഹൂദ ജനത ന്യായപ്രമാണമാകുന്ന നിയമത്തിന്റെ കീഴില. മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, 613 പ്രമാണങ്ങൾ അടങ്ങിയ ന്യായപ്രമാണം ആചരിക്കുവാൻ വിധിക്കപ്പെട്ട ജനത, ആചരിക്കുവാൻ കടപ്പാടുള്ള ഒരു ജനതയാണ് ഇസ്രായേൽ ജനം. ആ ഇസ്രായേൽ ജനതയ്ക്ക് അവർക്ക് അനുഷ്ഠിക്കുവാൻ കൊടുത്ത ന്യായപ്രമാണത്തെ ആരാ കൊടുത്തത്? ദൈവമാണ് കൊടുത്തത്. അതുകൊണ്ട് യഹോവയായ ദൈവം ന്യായപ്രമാണ ഉടമ്പടിയുടെ ഉപജ്ഞാതാവാണ്.
അതുകൊണ്ട് ഇവിടെ ഈ ന്യായപ്രമാണം എന്ന് പറയുന്ന ഒരു ഭാര്യയാണെങ്കിൽ, ഇവിടെ ഈ സ്ത്രീകളെല്ലാം അബ്രഹാമിന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ ഭാര്യമാർ ഓരോ ഉടമ്പടികളാണെന്ന് പറയുമ്പോൾ അബ്രഹാം യഹോവയായ ദൈവത്തെയാണ് കാണിക്കുന്നത്. ആ യഹോവയുടെ ഭാര്യമാരായിട്ടാണ് ഇവിടെ ഉടമ്പടികളെയൊക്കെ പറയുന്നത് തിരുവെടുത്ത്. അതുകൊണ്ട് ന്യായപ്രമാണം നിലവിൽ ഇരുന്ന കാലത്ത് യഹോവയായ ദൈവത്തിന് ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് കളയുവാൻ കഴിയുകയില്ല എന്നുള്ളൊരു വലിയ വസ്തുത യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ വിവാഹം കഴിക്കുന്നതിന് വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവത്തിന് ന്യായപ്രമാണം ഉടമ്പടിയെ ഭാര്യയാക്കിയിരിക്കുമ്പോൾ മറ്റൊരു ഉടമ്പടിയിലേക്ക് പോകാൻ പറ്റുമോ? മറ്റൊരു ഉടമ്പടിയെ വിവാഹം കഴിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഭാര്യ മരിച്ചു കഴിഞ്ഞാലോ? മരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള മറ്റൊരുവളുമായിട്ട് വിവാഹം കഴിക്കാം. ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതുകൊണ്ട് ന്യായപ്രമാണം മരിച്ചു, ന്യായപ്രമാണം അവസാനിച്ചു. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ ഉപജ്ഞാതാവായ ഭർത്താവായ യഹോവ എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണം എവിടെ അവസാനിക്കുന്നുവോ അത് യോഹന്നാൻ വരെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ന്യായപ്രമാണം അവസാനിക്കുന്ന സ്ഥാനത്ത്, ന്യായപ്രമാണം മരിക്കുന്ന സ്ഥാനത്ത് സുവിശേഷം എന്നുള്ള നിയമത്തെ കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് സ്ത്രീ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിൽ ഭർത്തൃ ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ന്യായപ്രമാണമാകുന്ന ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിന് ഇഷ്ടമുള്ളയാളുമായി വിവാഹം ചെയ്യാം. അതുകൊണ്ട് ന്യായപ്രമാണം അവസാനിക്കുമ്പോൾ യഹോവയായ ദൈവം എന്താണ് ചെയ്യുന്നത്? സുവിശേഷം എന്ന് പറയുന്ന ഒരു പുതിയ നിയമത്തെ അവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. റോമാലേഖന 7-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇതിനെ മറ്റൊരു വിധത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. ഇത് വെറുതെ വല്ലവരോട് സംസാരിച്ച ഗുണമില്ല. കാരണം എന്താ? ന്യായപ്രമാണത്തെ സംബന്ധിച്ച് പറഞ്ഞു വരുന്നത് പൗലോസ് പറയാണ്, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെ ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ന്യായപ്രമാണത്താൽ ഭർത്താവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലോ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് അവൾ ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്ന് വേറെ. അപ്പൊ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറൊരു പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരും. ഇവിടെ പറയുന്ന ഭർത്താവ് ഉള്ള സ്ത്രീ എന്ന് പറയുന്നില്ലേ, ആ ഭർത്താവ് ന്യായപ്രമാണം. സ്ത്രീ എന്ന് പറയുന്നത് യഹൂദ ജനതയാണ്. ഭർത്താവ് ഉള്ള സ്ത്രീ ഭർത്താവിനോട് ഭർത്തൃ ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പം യഹൂദ ജനത ന്യായപ്രമാണം ഉള്ള എത്രത്തോളം കാലത്തോളം ന്യായപ്രമാണം ഇരിക്കുന്നുവോ അത്രയും കാലത്തോളവും ന്യായപ്രമാണത്തോട് യഹൂദ ജനത ബന്ധപ്പെട്ടിരിക്കുക. അവർക്ക് മാറാൻ പറ്റുമോ? ഇവിടെ ന്യായപ്രമാണം ഭർത്താവ്, യഹൂദ ജനത ഭാര്യ. യഹൂദ ജനത ഭാര്യയ്ക്ക് ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളവും ഭർത്താവിനോട് ബന്ധപ്പെട്ടിരിക്കണം എന്ന് പറയുന്നത് ഒരു തരത്തിലും ആ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളവും യഹൂദ ജനത എന്ന സ്ത്രീ ഭർത്താവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ന്യായപ്രമാണം എന്ന് പറയുന്ന ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലോ യഹൂദ ജനത എന്ന സ്ത്രീക്ക് ന്യായപ്രമാണത്തോട് പിന്നെ ബന്ധപ്പെട്ട കാര്യമുണ്ടോ? കാര്യമില്ല. പിന്നെ ആരോട് ബന്ധപ്പെടാം? പിന്നെ സുവിശേഷത്തോട് അവർക്ക് ബന്ധപ്പെടാം. കേട്ടോ, ന്യായപ്രമാണ യുഗത്തിന് അവസാനമുണ്ടെന്നും പരീശന്മാര് ശാസ്ത്രിമാര് മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനൊരു അവസാനമുണ്ട് എന്ന് യേശു അവരോട് ഭംഗ്യന്തരാണ് അവതരിപ്പിക്കുന്നത്. ഇനി തുടർന്ന് വായിക്കുന്നത് റോമയിലെ 7-ാം അധ്യായം 3 മുതൽ. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ന്യായപ്രമാണം ജീവിച്ചിരിക്കുമ്പോൾ, ന്യായപ്രമാണം പ്രാബല്യത്തിൽ ഇരിക്കുമ്പോൾ യഹൂദ ജനത സുവിശേഷത്തിന് പിന്നാലെ പോയാലോ അവരുടെ പേരെന്താ? വ്യഭിചാരിണി എന്ന് പേർ വരും. അതേസമയം ന്യായപ്രമാണം മരിച്ചു കഴിഞ്ഞാലോ വേറൊരു നിയമത്തെ അവർക്ക് സ്വാഗതം ചെയ്യാം. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. ന്യായപ്രമാണമാകുന്ന ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ, ന്യായപ്രമാണത്തിന്റെ കാലം കഴിഞ്ഞാൽ യഹൂദ ജനത എന്ന സ്ത്രീക്ക് വേറൊരുത്തിന് ആകാം. അപ്പം വ്യഭിചാരിണി എന്ന പേര് പിന്നെ അവരെ പറയാൻ കഴിയുകയില്ല. 4-ാം വാക്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുത്തനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നിങ്ങൾ വേറൊരുവന് ആകേണ്ടതിന്, ഇതാണ് രക്ഷാർത്ഥ ഭാര്യയുടെയും ഭർത്താവിന്റെയും കാര്യം അല്ല ഇവിടെ പറയുന്നത്. പൗലോസ് വ്യക്തമായിട്ട് പറയുകയാണ്, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുത്തനാകേണ്ടതിന്. ഇതുവരെ നാം
ന്യായപ്രമാണം എന്ന ഒരുവന്റെ ആയിരുന്നുവെങ്കിൽ ഇനി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ ആരാ? കർത്താവായ യേശു. യഹൂദ ജനത കർത്താവായ യേശു എന്ന മറ്റൊരുവന് ആകേണ്ടതിന് എന്ന് പറയുക. എത്ര വ്യക്തമായിട്ട് അവിടെ അവതരിപ്പിക്കുന്നത്. വേറൊരുത്തിന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങളും ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കും. അതുകൊണ്ട് ന്യായപ്രമാണത്തെ ഇനി യോഹന്നാന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ന്യായപ്രമാണത്തെ നാം അനുഷ്ഠിക്കേണ്ടതില്ല, അനുവർത്തിക്കേണ്ടതില്ല, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരിക്കേണ്ടതില്ല എന്നൊരു കാര്യമാണ് യേശു ഇവിടെ സ്ത്രീയും പുരുഷനും കൂടെ ഉള്ള ഈ കുടുംബ ബന്ധത്തിൽ കൂടെ യേശു അവതരിപ്പിക്കുന്നത്. ഈ കാര്യം പറഞ്ഞു കഴിയുമ്പോഴാണ് യേശു ഇവിടെ ധനവാന്റെയും ലാസറിന്റെയും ഉപമ അവതരിപ്പിക്കുന്നത്. ധനവാൻ ലാസർ എന്ന ഈ ഉപമ ക്രൈസ്തവ ലോകത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ക്രൈസ്തവ ലോകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇതിനെ ക്രൈസ്തവ ലോകം എടുത്തിരിക്കുന്നത് ഒരു ഉപമ എന്നുള്ള നിലയിലല്ല, ഇതൊരു സംഭവം, ഒരു നടന്ന സംഭവമായിട്ടാണ്. യേശു എപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, സങ്കീർത്തനം 78 അധ്യായം 2-ാം വാക്യത്തിൽ യേശുവിനെ സംബന്ധിച്ച് യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം അവിടെ പറയുന്നത് 78:2. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വാ തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ അറിയും. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. ഉപമ യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. യേശു സംസാരിക്കുന്നതെല്ലാം ഉപമയിൽ കൂടെയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യം. 13:34-35. ഇത്രയൊക്കെ യേശു പുരുഷാർത്ഥത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല. അപ്പൊ യേശു എപ്പോഴും സംസാരിക്കുക എങ്ങനെയാ? പഴയ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന 78-ാം സങ്കീർത്തനത്തിൽ അവൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും. പുതിയ സുവിശേഷം എഴുതുകയാണ് യേശുവിനെ കുറിച്ച്. എന്താ? ഉപമ കൂടാതെ ഒന്നും സംസാരിക്കുകയില്ല. ഉപമ കൂടാതെ യേശു സംസാരിച്ചത്. അതുകൊണ്ട് യേശു പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഉപമകളാണ്. ഇനി നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം മുതൽ 5 ഉപമകളാണെന്നത്. യേശു പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറയുന്നതാണ്. ചുങ്കക്കാരോടും പാപികളോടും കൂടെ യേശു ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് യേശു പറയുന്ന ഇതിൽ 4 ഉപമയും 5-ാമത്തത് ഉപമ അല്ലാതിരിക്കുകയും ചെയ്യുകയില്ല. ഉപമയുടെ സ്വഭാവമാണ് ഈ പറയുന്ന 5 എണ്ണത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നല്ല ശമരിയക്കാരന്റെ ഉപമ എന്ന് പറയുന്നത് ഒരു 5 ശാഖകളായിട്ട് വിടർന്നു നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ഓരോ ശാഖകളും ഈ പറയുന്ന 5 ഉപമകൾ. അത് ഒരു ശാഖ മാത്രം ഉപമ അല്ലാതെ വരികയില്ല. അല്ലെങ്കിൽ ഒരു ഉദരത്തിൽ നിന്ന് പറഞ്ഞ 5 ശിശുക്കളിൽ 5 ശിശുക്കൾ പറഞ്ഞപ്പോൾ 4 ഉപമയും 1 ഉപമ അല്ലാതെ വരിക. അതുകൊണ്ട് നല്ല ശമരിയക്കാരന്റെ ഈ പറയുന്ന ധനവാന്റെ ലാസറിന്റെ ഉപമ എന്ന് പറയുന്നത് അതൊരു ഉപമയാണ്, അതൊരു നടന്ന സംഭവമല്ല. കാരണം യേശു എപ്പോഴും സംസാരിക്കുന്നത് ഉപമകളിൽ കൂടെ മാത്രമാണ് എന്നൊരു കാര്യം മനസ്സിലാക്കുക. ഈ ഉപമയുടെ ഓരോ വാക്യമാണ് നമ്മൾ ശ്രദ്ധിക്കാം. 19-ാം വാക്യം. ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പണ്ട് നമ്മൾ കഥ പറയുമ്പോൾ ഒരിടത്തൊരിടത്ത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു കഥ പറയത്തില്ലേ? അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് കഥയായതുകൊണ്ടാണ്. നമ്മൾ പറയുന്ന കഥയിലെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഒരിടത്തും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം, ഇല്ലേ? നമ്മൾ കഥ പറയുന്ന പിള്ളേർക്കൊക്കെ ആഹാരം കൊടുക്കുമ്പോഴത്തേന് കഥ പറയാം, ഉണ്ടായിരുന്നു, കഥയാ. ആ കഥ എവിടെ നടന്നതെന്ന് നമ്മളോട് ചോദിച്ചാലോ കഥയിൽ ചോദ്യമില്ല. കഥ പറയുമ്പോഴത്തെ ഏറ്റവും വലിയ സ്വഭാവം ഇന്ന് പറയുന്ന പോലെ ആയിരിക്കും നാളെ കഥ പറയുന്നത് പിള്ളേരോട്. ഇപ്പോഴത്തെ പിള്ളേർ തിരിച്ചു ചോദിക്കും, ഇന്നലെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞതെന്ന്. അപ്പം ഈ ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ധനവാനായ മനുഷ്യൻ എങ്ങും ഉണ്ടായിരുന്നില്ലെന്നുള്ളത് എനിക്ക് നിങ്ങൾ ഉറപ്പിച്ചു പറയാം. കാരണം ഇവിടെ ഇതൊരു ശരിയായിട്ട് നടന്ന ഒരു സംഭവമാണെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ധനവാനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ ധനവാനായ മനുഷ്യൻ ഒരു വലിയ ധനവാനാണ്, ചെറിയ ധനവാനൊന്നുമല്ല. ആ ധനവാനായ മനുഷ്യൻ പട്ടുടുത്തും പിന്നെ ധൂമ്ര വസ്ത്രം ധരിച്ചും ഇങ്ങനെയൊക്കെ ഭയങ്കര ആഡംബരത്തോടുകൂടെ സുഖിച്ച് ജീവിക്കുക. ഇങ്ങനെ ഒരു ധനവാനായ മനുഷ്യന്റെ പടിവാതിൽക്കൽ മാത്രമല്ല, അവന്റെ മേശയുടെ കീഴെ വന്നിട്ട് വ്രണം പിടിച്ച് നായ്ക്കൾ നക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വന്ന് കിടക്കുക. ഇനി ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഭക്ഷിച്ച് തൃപ്തി അടഞ്ഞ് ഒരു ലാസർ ഈ ഭൂമുഖത്ത് ഏതെങ്കിലും ഒരു ധനവാനെ സമ്മതിക്കുമോ? ശ്രദ്ധിച്ചു നോക്കി. അക്ഷരാർത്ഥത്തിൽ ഒരു സംഭവമാണെങ്കിൽ ധനവാനായ ഒരു മനുഷ്യൻ, അവന്റെ മേശ നിറച്ച് വിഭവസമൃദ്ധമാണ്. ആ മേശയുടെ കീഴിൽ നായ്ക്കൾ വ്രണങ്ങൾ നക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലാസർ. വ്രണം നായ നക്കിക്കൊണ്ടിരിക്കണം. ഈ ലാസറിന് യാതൊന്നിനും പ്രാപ്തിയില്ല. എന്തെങ്കിലും പ്രാപ്തി ഉണ്ടെങ്കിൽ നായ തല്ലി ഓടിക്കുകയല്ലേ, അടുത്ത് വരാൻ പോലും സമ്മതിക്കത്തില്ല. ആ ലാസർ ഈ ധനവാന്റെ പടിപ്പുരയ്ക്കിൽ അവന്റെ മേശയ്ക്ക് കീഴിൽ കിടന്ന് ആ മേശയിൽ നിന്നും വീഴുന്ന അപ്പം നുറുക്കുകൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഈ ധനവാന്റെ വീട്ടിൽ നായ്ക്കൾക്ക് വരെയും പ്രവേശനമുണ്ട്. ഇത്രയും നല്ലൊരു ധനവാന ലോകത്തെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ചിന്തിച്ചു കഴിഞ്ഞേ, ഇത്രയും നല്ലൊരു ധനവാന ലോകത്തിൽ എവിടെയും കാണാൻ പറ്റത്തില്ല. ആ ധനവാൻ എവിടാ ചെന്നത്?
അക്ഷരാർത്ഥത്തിലാണെങ്കിൽ നരകത്തിൽ കെടാത്ത തീയിൽ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ആര് പോകും സ്വർഗത്തിൽ? ഈ ധനവാന്റെ യോഗ്യതയുള്ള ഒരു ഒറ്റ മനുഷ്യരെ ലോകം, ഞാനും നിങ്ങളും ഒന്നും ഇതുപോലുള്ളവരെ നമ്മുടെ പഠിക്കാൻ കയറ്റുകയല്ല. ഇങ്ങനെ വ്രണം നായ്ക്കൾ നക്കിക്കൊണ്ടിരിക്കുന്നവർ നമ്മുടെ പഠിപ്പാകത്ത് കടക്കാൻ സമ്മതിക്കുവോ? ഇപ്പൊ ഈ സംസാരിക്കുന്ന നിമിഷത്തിലാണെങ്കിലും ഞാനോ നിങ്ങളോ സമ്മതിക്കുവോ? സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്? ഇതിനെക്കാട്ട് നല്ലവനായിരുന്നു ആ ധനവാൻ പോയത് എവിടെയാ? നരകത്തില്ല. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു സംഭവിച്ചതായിട്ട് എടുത്താൽ ഒത്തിരി കുഴപ്പമുണ്ട്. ഇനി ഈ ധനവാൻ നരകത്തിൽ പോകാൻ എന്ത് ചെയ്തു? അയാൾ ഒരു നല്ല മനുഷ്യനല്ലായിരുന്നു. ലാസർ സ്വർഗത്തിൽ പോയെന്നാ പറയുന്നത്. ലാസർ സ്വർഗത്തിൽ പോയി എങ്കിൽ ഈ ലാസർ സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യത എന്താ നേടിയത്? ഈ നായെ തല്ലി ഓടിക്കാതിരുന്നതാണോ സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യത? ദേഹം മുഴുവൻ വ്രണമായിരുന്നതാണോ? അതുമല്ല. സ്വർഗത്തിൽ പോകുന്നതിനുള്ള യോഗ്യത ബൈബിൾ വേറെയാണ് പറയുന്നത്. രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ഇതൊന്നും ഈ ലാസർ പ്രാപിച്ചതായിട്ടും തിരുവെടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് ഇതൊരു അക്ഷരാർത്ഥ സംഭവമല്ല, മറിച്ച് ഇതൊരു ഉപമയാണ്. ഉപമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്. ഏതോ ഒരു കാര്യം, നമ്മൾ നല്ല ശമരിക്കാരന്റെ ഉപമ പഠിച്ചില്ലേ? ആ നല്ല ശമരിക്കാരന്റെ ഉപമ എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു വസ്തുതയെ യേശു ഒരു കഥാരൂപേണ അവതരിപ്പിക്കുക ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ യഹൂദ ജനതയെയും ജാതികളെയും തമ്മിൽ താരതമ്യപ്പെടുത്തി യേശു ഒരു കഥാരൂപേണ അവതരിപ്പിക്കുന്നതാണ് ഈ വിഷയം. ഇവിടെ ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ ധനവാനായ മനുഷ്യൻ യഹൂദ ജനതയെ കുറിച്ചാണ് ഈ ധനവാനായ ഒരു മനുഷ്യൻ. ഇവിടെ പറയുന്ന ധനവാൻ യഹൂദ ജനതയെ കാണിക്കുന്നു. ഈ ധനവാനെ സംബന്ധിച്ച് ഈ ധനവാന് പേര് പറഞ്ഞിട്ടില്ല. അതേസമയം ലാസറിന്റെ കാര്യം പ്രത്യേകിച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? ചില ആളുകൾ പറയും ഇതൊരു ഉപമ അല്ല എന്ന് സമർത്ഥിക്കാനായിട്ട് ധനവാന് പേര് പറഞ്ഞില്ല, ലാസറിന്റെ പേര് പറഞ്ഞു എന്നത്. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അല്ലാതെ ധനവാന്റെ പേരേ പറഞ്ഞിട്ടില്ല. എന്നാൽ ലാസർ എന്ന് പറയുന്ന ഒരു ദരിദ്രനുണ്ടെന്ന് പറയുന്നത് ലാസറിന്റെ കാര്യത്തിൽ എന്ത് പറഞ്ഞു? ലാസറിന്റെ പേര് വ്യക്തമായിട്ട് പറയുന്ന പേര് ലാസർ ആണ് എന്ന് പറഞ്ഞു. ഇവിടെ ധനവാന്റെ പേര് പറയാതിരുന്നതും ലാസറിന്റെ പേര് പറഞ്ഞതും വളരെ യോജിക്കുന്ന കാര്യമാണ്, വളരെ അർത്ഥവത്താണ്. കാരണം മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായം 16-ാം വാക്യം എന്ന് വായിച്ചു. മലാഖി 3:16. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ നമസ്കരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഈ ധനവാന്റെ പേര് പറയാതിരുന്നതും ലാസറിന്റെ പേര് പറയുന്നതും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ധനവാൻ ദൈവത്തിന്റെ കൃപയിൽ നിന്നും തള്ളപ്പെട്ടു പോയി നമുക്ക് ഈ ഉപമയിൽ കാണാൻ പറ്റും. പിന്നെ അതുകൊണ്ടല്ല ധനവാനെ തള്ളിക്കളഞ്ഞെന്നും ധനവാൻ മരിച്ച് പാതാളത്തിൽ പോയി എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. ലാസർ എന്ന് പറയുന്ന അബ്രഹാമിന്റെ മടിയിൽ എത്തി എന്ന് വായിക്കുന്നു. അപ്പൊ ഇവിടെ ധനവാൻ തള്ളപ്പെടുന്നു, ലാസർ സ്വീകരിക്കപ്പെടുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് ഇവിടെ വായിച്ചു പറയുന്നത് യഹോവ ഭക്തന്മാരെ കുറിച്ച് ഒരു സ്മരണ പുസ്തകം യഹോവയുടെ സന്നിധിയിൽ എഴുതി വെച്ചിരിക്കുന്നു പറയുമ്പോൾ ഈ സ്മരണ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളഞ്ഞവൻ എന്ന അർത്ഥത്തിലാണ് ധനവാന്റെ പേര് പറയാത്തത്. അപ്പൊ പേരില്ല. എന്നാൽ ലാസറിന്റെ പേര് പറഞ്ഞത് ഈ സ്മരണ പുസ്തകത്തിൽ പേർ എഴുതി ചേർത്തവൻ എന്ന അർത്ഥത്തിലാണ്. അപ്പം ദൈവത്തിന്റെ കൃപയിൽ നിന്നും തള്ളപ്പെട്ട് പേർ മായ്ച്ചു കളഞ്ഞവനാകൊണ്ട് ഇവിടെ ധനവാനെന്നേ പറഞ്ഞില്ല, പേര് പറഞ്ഞില്ല. എന്നാൽ ലാസർ ദൈവകൃപയിലേക്ക് കടന്നു വന്ന് ദൈവകൃപയിലായതുകൊണ്ട് അവന്റെ പേര് എഴുതി ചേർത്തത് കൊണ്ടാണ് ലാസർ എന്ന പേര് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ധനവാൻ എന്ന് പറയുന്നത് യഹൂദ ജനതയാണ്, ലാസർ എന്ന് പറയുന്നത് ജാതികളാണ് നമ്മൾ കാണണം. യഹൂദ ജനതയ്ക്ക് വേണ്ടി ദൈവം ഒരു കാലത്ത് തന്റെ എല്ലാ പദ്ധതികളും ക്രമീകരിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടല്ലേ യേശുവിന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരിന്റെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗോത്രത്തിൽ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്ക് അത്രയും ഞാൻ നിങ്ങളെ അയക്കുന്നത്. അപ്പൊ അങ്ങോട്ട് അയച്ചത് യഹൂദ ജനതയുടെ അടുക്കലേക്ക്. പിന്നെ യേശു തന്നെ പറയുന്നത് ഇസ്രായേൽ ഗോത്രത്തിൽ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്ക് അല്ലാതെ ഞാൻ അയക്കപ്പെട്ടിട്ടില്ല. അപ്പൊ എങ്ങോട്ട് അയച്ചത്? യഹൂദ ജനതയ്ക്ക്. അപ്പൊ യഹൂദ ജനതയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ജാതികൾക്ക് വല്ലതും ഉണ്ടായിരുന്നോ? ജാതികൾക്ക് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നവൻ എന്ന അർത്ഥത്തിൽ അവനെ ധനവാൻ എന്ന് പറയാം. യാതൊരു അനുഗ്രഹങ്ങളും കൃപകളും ദൈവത്തിങ്കിൽ നിന്ന് ലഭിക്കാഞ്ഞവൻ എന്നുള്ള അർത്ഥത്തിൽ ദരിദ്രനായ ലാസർ എന്ന് പറയാം. എന്നാൽ പിന്നെ നമ്മൾ കാണുന്ന എന്താ? എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ച് ദൈവത്തിന്റെ പക്കൽ നിന്ന് എല്ലാ വരണപ്പാടുകളും വാഗ്ദത്തങ്ങളും പ്രവാചകന്മാരും ലോകത്തിൽ ദൈവവും എല്ലാം ഉണ്ടായിരുന്ന യഹൂദ ജനത ഈ ധനവാൻ ഈ ധനികമായ അവസ്ഥയിൽ നിന്ന് അവർ തള്ളപ്പെട്ടു പോവുകയും ഏറ്റവും ദരിദ്രന്മാരായിട്ടിരുന്ന വാഗ്ദത്തങ്ങളില്ല, അവകാശങ്ങളില്ല, ഒന്നുമില്ലാതിരുന്ന ലാസർ വർഗം, ദരിദ്രനായ ജാതികൾ ധനവാന്റെ അനുഗ്രഹത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഒരു ചിത്രമാണ് ഈ ഉമ്മയിൽ കൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു.
അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച്, ഇവിടെ ധൂമ്രവസ്ത്രം എന്ന് പറയുന്നത് രാജത്വത്തെയാണ്. ഇസ്രായേൽ ജനം എന്ന് പറഞ്ഞാൽ അവർ രാജാക്കന്മാരായിരുന്നു, രാജത്വം ഉണ്ടായിരുന്നു. പട്ട് കാണിക്കുന്നത് പൗരോഹിത്യത്തെയാണ്. നമ്മള് പുറപ്പാട് പുസ്തകം 19:5-6 ഇസ്രായേൽ ജനത്തെ കുറിച്ച് ദൈവം വിളിച്ചത് എന്തിനാ? ഇവിടെ രാജത്വവും പൗരോഹിത്യവും. ഏതാ? പുറപ്പാട് 19:5 ആകയാൽ നിങ്ങൾ എന്റെ വാക്കുകൾ അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികൾക്ക് വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെ എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. കണ്ടോ, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകുമെന്ന് ഇസ്രായേലിനോട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇസ്രായേൽ എന്തിനാ വിളിച്ചേ? ഒരു പുരോഹിത രാജ്യത്വം. പുരോഹിതന്മാരുമാണ് രാജാക്കന്മാരുമാണ്. പുരോഹിതന്മാർ രാജാക്കന്മാരുടെ കൂടുമ്പോ അതിനെന്ത് പറയാൻ പറ്റും? രാജകീയ പുരോഹിത വർഗം എന്ന് പറയാം. കണ്ടോ, നിങ്ങൾ എനിക്കൊരു പുരോഹിതന്മാരും വിശുദ്ധ രാജ്യത്വമുള്ള ഒരു ജനതയായിരിക്കുമെന്ന് ഇസ്രായേലിനോട് പറയുക. എന്നാൽ ഇസ്രായേൽ എന്ത് ചെയ്തു? ആ അവകാശം തള്ളപ്പെട്ടു പോയി. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോ 1 പത്രോസ് 2:9 പറയുന്നുണ്ട്, യേശുവിന്റെ മണവാട്ടിയായ സഭ എന്ത് ചെയ്തു? ആ തലത്തിലേക്ക് ഉയർത്തി. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവരുടെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വർഗവും സ്വന്തം ജനവുമാകുന്നു. കണ്ടോ, പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേലിനെ നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു പുരോഹിത വർഗവും വിശുദ്ധ രാജ്യത്വവും ആക്കും എന്ന് പറഞ്ഞ ആ അവസ്ഥ ഇസ്രായേലിന് കൊടുക്കാമെന്ന് പറഞ്ഞതാ. യേശുവിന്റെ മണവാട്ടിയായ സഭയായിട്ട് രാജകീയ പുരോഹിത വർഗമായിട്ട് അവരെ തീർക്കാമെന്ന് വാഗ്ദത്തം ചെയ്തുവെങ്കിൽ ഇസ്രായേൽ അതിന് യോഗ്യരാകാതെ പോയത് കൊണ്ട് എന്ത് ചെയ്തു? ജാതികൾക്ക് അത് ലഭിച്ചു. അതാ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ആ അവസരയ്ക്ക് യേശുവിന്റെ മണവാട്ടിയായ സഭ ഉയർത്തപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിനെ ദൈവം വിളിക്കുമ്പം അവരെ ഈ ഉദ്ദേശത്തോടുകൂടിയാണ് അവരെ വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച്, അതായത് രാജത്വവും പൗരോഹിത്യവും കൊടുത്ത ഒരു ജനതയായിരുന്നു ഇസ്രായേൽ. എന്നാൽ അത് രാജത്വവും പൗരോഹിത്യവും കൂടെ കൂടുമ്പോൾ രാജകീയ പുരോഹിത കുലം എന്ന് പറയുന്നത് അതാക്കാമെന്ന് ഇസ്രായേലിനോട് പറഞ്ഞു. അവർ യോഗ്യരായില്ല. അതുകൊണ്ട് യേശുവിന്റെ മണവാട്ടിയായ സഭയെ ജാതികളിൽ നിന്ന് ജനത്തെ ആ തലത്തിലേക്ക് ഉയർത്തി. ഇപ്പൊ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു എന്നുള്ള ആ വാക്ക് ആ തർജ്ജിമയിൽ ഒരു വശമുണ്ട്. ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു എന്നല്ല, ഇംഗ്ലീഷ് നമ്മൾ വായിച്ചാല് മൃഷ്ടഭോജ്യം കഴിച്ചു വരികയും ചെയ്തു. അതായത് ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി മൃഷ്ടഭോജ്യം കഴിച്ചു വരികയും ചെയ്തു. ശരി, ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് തർജ്ജിമ പെശയാണ്. ദിനം പ്രതി മൃഷ്ടഭോജ്യം കഴിച്ചു വരികയും ചെയ്തു. അപ്പൊ ഈ ധനവാൻ വർഗത്തിന് ആഹാരത്തിന് വല്ല കുറവുണ്ടോ? ഒരു കുറവ്. ദിനം പ്രതി മൃഷ്ടഭോജ്യങ്ങൾ കഴിച്ചു വരികയും ചെയ്തു. ഈ മൃഷ്ടഭോജ്യം എന്ന് പറയുന്നത് ന്യായപ്രമാണവും പ്രവാചകന്മാരും, അവർക്ക് പൗരോഹിത്യം ഉണ്ടായിരുന്നു, അവർക്ക് രാജ്യത്വം ഉണ്ടായിരുന്നു. ന്യായപ്രമാണവും പ്രവാചകന്മാരും എവിടെ ആർക്കായിരുന്നു? ഇസ്രായേൽ ജനത്തിനായിരുന്നു. റോമാലേഖനം 3:12 അവര് ദിനം പ്രതി മൃഷ്ടഭോജ്യം കഴിച്ചു വന്നു. 12 എല്ലാവരും വഴിതെറ്റി ഒരുപോലെ ഫലദാതാക്കളായി തീർന്നു. നന്മ ചെയ്യുന്നവരില്ല, ഒരുത്തൻ പോലുമില്ല. 9:4 വായിച്ചേ. അവർ ഇസ്രായേലിൽ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. അവർ ഇസ്രായേലിയർ, അവരുടെ ധനം എന്താ? അല്ലെങ്കിൽ അവരുടെ ദിനം പ്രതി വലിയ മുട്ടഭോജ്യം കഴിച്ചു വന്നു. അവർ ഇസ്രായേലിയർ. എന്തൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്? ഇസ്രായേലിന് പുത്രത്വവും തേജസ്, നിയമങ്ങൾ, ന്യായപ്രമാണം, ആരാധന, വാഗ്ദത്തം, ഇതെല്ലാം ആർക്കുള്ളതായിരുന്നു? ഇസ്രായേലിനുള്ളതായിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന യഹൂദ ജനത ദിനം പ്രതി ആഡംബരത്തോടുകൂടെ ഭക്ഷണം കഴിച്ചു. അവർക്ക് ഇതെല്ലാം ഉണ്ട്. ആരാധന ഉണ്ടായിരുന്നു, വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു, അനുഗ്രഹങ്ങൾ, സമസ്ത അനുഗ്രഹങ്ങളും ഇസ്രായേലിന് മാത്രമായിട്ട് വെച്ചിരുന്നതാണ്. റോമ 3:1, 3:12 അല്ല 3:1 എന്നാൽ യഹൂദന് എന്ത് വിശേഷത? അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ഉണ്ടോ? യഹൂദൻ എന്ത് വിശേഷത എന്ന് ചോദിച്ചാൽ സകല വിധത്തിലും വളരെയുണ്ട്. ദൈവത്തിന്റെ അരുളപ്പാടുകളെല്ലാം യഹൂദന്റെ പക്കൽ ഫലമേൽപ്പിച്ചു. ഇങ്ങനെ ഇരുന്ന യഹൂദ ജനത, അതാണ് നമ്മൾ ഈ 19 വാക്യത്തിൽ കാണുന്നത്. 20 വാക്യം,
ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് നിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. ലാസർ എന്ന പേരുള്ളവൻ, ലാസർ എന്ന പേരിന്റെ അർത്ഥം തന്നെ ദൈവ സഹായമാണ്. ലാസർ എന്ന പേരുള്ളവൻ എന്ത് ചെയ്തു? അവൻ ലാസർ എന്ന പേരുള്ള ദരിദ്രനാണെന്ന് പറയുന്നത് കൊണ്ടാണ്. മുമ്പേ വായിച്ച കുറെ സമ്പത്തുകളുണ്ട്. ആരാധനാ വാഗ്ദത്തങ്ങൾ, തേജസ്, പിതാവ്, ന്യായപ്രമാണം, ഇതെല്ലാം ആർക്കുണ്ടായിരുന്നതാ? ഇസ്രായേലിനുണ്ടായിരുന്നത്. ഇസ്രായേൽ യഹൂദൻ എന്ത് വിശേഷത? സകല വിധത്തിലും വളരെയുണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ. ഇങ്ങനെ സകല കാര്യങ്ങളും ആരുടെ മേൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു? യഹൂദന്റെ മേൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആര് ധനവാൻ? യഹൂദൻ ധനവാൻ. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ, ലാസർ ദരിദ്രനാണെന്ന് പറയുന്നത് കൊണ്ടാ. ഈ മുൻ പറഞ്ഞ യാതൊരു അനുഗ്രഹവും ജാതികൾക്കുണ്ടോ? ഓരോ അനുഗ്രഹങ്ങളും ജാതികൾക്കില്ല. അതുകൊണ്ട് ലാസറിനെ ദരിദ്രൻ എന്ന് പറഞ്ഞു. യഹൂദന് ഈ മുഴുവൻ അനുഗ്രഹങ്ങളും ഉള്ളത് കൊണ്ട് അവർ ധനവാൻ. യാതൊരു അനുഗ്രഹങ്ങളും ഇല്ലാത്തത് കൊണ്ട് ലാസർ ദരിദ്രൻ. ലാസർ എന്ന പേരുള്ളവൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കൽ കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. ലാസർ വ്രണം നിറഞ്ഞവനായിട്ട്, ഈ വ്രണം കാണിക്കുന്നത് പാപത്തെയാണ്. പാപം നിറഞ്ഞവരാണ് ജാതികള്. അതേസമയം യഹൂദന്മാരോ പാപപരിഹാരത്തിനുള്ള വഴിപാടുകളും യാഗങ്ങളും അവർക്ക് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവരുടെ പാപത്തെ പരിഹരിക്കാം. 7-ാം മാസം 10-ാം തീയതി മഹാപാപപരിഹാര ദിവസത്തിൽ യഹൂദൻ എന്ത് ചെയ്യാം? അവന്റെ പാപങ്ങളെ, കാളകളെയും ആട്ടുകൊറ്റന്മാരെയും ഒക്കെ കൊന്ന് യാഗം കഴിച്ചിട്ട് യഹൂദന്റെ പാപത്തെ പരിഹരിക്കുവാൻ, പാപം കഴുകിക്കളയാൻ അവന് അവകാശമുണ്ട്. അതുകൊണ്ട് അവന് വ്രണമില്ല. അതേസമയം ജാതികൾക്ക് പാപം കഴുകിക്കളയാൻ വലിയ അവസരമുണ്ടോ? ഒരവസരമില്ല, ഒരു അവകാശവും ഇല്ലാത്തത് കൊണ്ട് അവരുടെ പാപം അവരിൽ തന്നെ നിൽക്കുക. അതുകൊണ്ട് ലാസർ വ്രണം നിറഞ്ഞവനായിരുന്നു എന്ന് പറയുന്നത് അവർ പാപികളായിരുന്നു എന്നുള്ളത് കാണിക്കാണ്. അങ്ങനെ അവന്റെ പടിപ്പുരക്കൽ കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. ധനവാൻ ആരെ? യഹൂദ ജനത. യഹൂദന്മാരുടെ മേശയിലുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം, ഈ പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്ന് അല്പമെങ്കിലും കിട്ടാൻ ജാതികൾ ആഗ്രഹിച്ചു. ലാസർ ആഗ്രഹിച്ചു. ഒരാഗ്രഹം നമുക്ക് കാണാൻ പറ്റും. മർക്കോസ് 7:25-30 വാക്യം. മർക്കോസ് 7:25-30 വരെ. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു വീഴ്ച നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. നീ ഊരിൽ കിടക്ക പോലും അരുത് എന്ന് അവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. മർക്കോസ് 7:25. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ അവന്റെ വസ്തുത കേട്ട് വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൻ സുറഫോനിക്കയിൽ ജാതിയിലുള്ള ഒരു യവന സ്ത്രീയായിരുന്നു. ഒരു ജാതീയ സ്ത്രീ യേശുവിന്റെ അടുക്ക വരികയാണ്. തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു ജാതീയ സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. യേശു വളരെ ഭംഗിതരുടെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് യേശു പറഞ്ഞേ? ഒരു ജാതീയ സ്ത്രീ അവളുടെ മകളുടെ അസുഖം മാറുന്നതിന് യേശുവിനെ സമീപിച്ചപ്പോ യേശു പറയാണ്, ആദ്യം മക്കൾക്ക് തൃപ്തി വരട്ടെ. മക്കളാരാ? യഹൂദരാണ്. അതുകൊണ്ട് ആ യഹൂദന്മാർക്ക് ആദ്യം തൃപ്തി വരട്ടെ എന്ന് പറയുക. മക്കളെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല. യഹൂദ ജനതയ്ക്ക് കൊടുക്കുവാനുള്ള അനുഗ്രഹങ്ങളെ എടുത്തിട്ട് ജാതികൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് യേശു പറയാം. അപ്പൊ ഈ ജാതികൾ യഹൂദന്മാരുടെ അനുഗ്രഹങ്ങളുടെ അംശികളാകുവാൻ ആഗ്രഹിച്ചു എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ കഴിയും. അതുകൊണ്ട് ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ എന്ത് ചെയ്തു? വ്രണം നിറഞ്ഞവനായി, പാപം നിറഞ്ഞവനായി, പാപത്തിൽ അകപ്പെട്ട ജാതികൾ എന്ത് ചെയ്തു? അവർ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. ധനവാൻ വർഗത്തിന്റെ യഹൂദ ജനതയ്ക്ക് കൊടുത്ത അനുഗ്രഹങ്ങളുടെ അംശികളാകുവാൻ അവര് ആഗ്രഹിച്ചു. അതാണ് മേശയിൽ നിന്ന് വീഴുന്നതിൽ നിന്ന് തൃപ്തി വരുത്തുവാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നത്. യഹൂദന്മാർക്കുള്ള അനുഗ്രഹങ്ങളുടെ ഒരു ഭാഗഭാക്കാകാൻ ജാതികൾ ആഗ്രഹിച്ചു എന്ന് സാരം. 22-ാം വാക്യം. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. നായ്ക്കൾ വന്ന് അവന്റെ വ്രണം നക്കും. ഇവിടെ ഇങ്ങനെ ജാതികൾ വളരെയധികം പാപത്തിൽ പരിചയിച്ച് കിടക്കുമ്പോൾ അവർക്ക് രക്ഷയ്ക്ക് യാതൊരു മാർഗവും അവരുടെ മുമ്പിലില്ല. അവരുടെ വ്രണത്തെ, അവരുടെ പാപത്തിന്റെ ഈ അതിപ്രസരത്തെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനം ഇല്ലാതെ വന്നപ്പോ നായ്ക്കൾ വന്ന് അവന്റെ വ്രണം നക്കി. ലോകത്തിൽ നിന്ന്, ജാതികളുടെ ഇടയിൽ നിന്ന് കുറെ മഹാന്മാര്, സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ മുതലായ തത്വചിന്തകന്മാരൊക്കെ വന്ന് മനുഷ്യവർഗത്തിന്റെ ഭാവിയെ സംബന്ധിച്ചും ഭാവി അനുഗ്രഹത്തെ സംബന്ധിച്ചും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു.
ആ ഒരു തത്വചിന്തകളുടെ ഒക്കെ ഫലമാണ് ജാതികൾക്ക് കുറെയൊക്കെ അവരുടെ നായ്ക്കൾ വ്രണം നക്കി വൃത്തിയാക്കിയതുപോലെ ഈ ജാതികൾക്ക് അവരുടെ പാപപരമായ വഴിയിൽ നിന്നും മാറി ചിന്തിക്കുവാൻ ഒരു പുതിയ ഉത്തേജനം കിട്ടി മാറി ചിന്തിക്കുവാൻ അക്കാലങ്ങളിൽ ഇടയായത്. ദൈവത്തിന്റെ വചനം അവർക്കുണ്ടായിരുന്നില്ല. നായ്ക്കൾ വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത് മാറ. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദരിദ്രനായ ലാസർ മരിച്ചു. ലാസർ മരിച്ചു എന്ന് പറയുന്നത് ദരിദ്രനായ ലാസർ മരിക്കുമ്പോൾ തന്റെ സ്ഥിതിക്ക് ഭേദം വരികയല്ലേ. വ്രണം കൊണ്ട് നായ്ക്കൾ നക്കിക്കൊണ്ടിരുന്ന ഒരുത്തം മരിച്ചു കഴിയുമ്പോൾ എന്തും പോയി അവന്റെ തൽസ്ഥിതിക്ക് ഭേദം വരുന്നു. ലാസർ മരിച്ചപ്പോൾ എന്ന് പറയുന്നത് ജാതികളുടെ ആ സ്ഥിതിക്ക് ഒരു മാറ്റം വരുന്നതിനെയാണ് കാണിക്കുന്നത്. ജാതികൾ അങ്ങനെ പാപത്തിന്റെ പാപമംഗലമായ അവസ്ഥയിൽ അതിപരിചയിച്ച് ജീവിച്ച് ഒരു അനുഗ്രഹവും ഇല്ലാതിരുന്ന അവസ്ഥയ്ക്ക് ലാസർ മരിച്ചു. ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ലാസർ മരിച്ചപ്പോൾ നമ്മൾ എഫേസ്യർ 2:12 വായിക്കുന്ന പ്രകാരം അതിക്രമങ്ങളാലും പാപങ്ങളായാലും മരിച്ചവരായാലും നമ്മെ അവൻ ഉയർപ്പിച്ചു എന്ന് പറയുന്ന പോലെ പാപത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ലാസർ മരിച്ചു. ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ലാസർ മരിച്ചപ്പോ എന്ത് ചെയ്തു? ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അബ്രഹാമിന്റെ മടി എന്ന് പറയുമ്പോൾ മരിക്കുന്ന ആളുകളെല്ലാം അബ്രഹാമിന്റെ മടിയിൽ ചെന്നിരിക്കുക എന്ന് വിചാരിക്കുക. അബ്രഹാമിന് ആ സ്ഥലം വിട്ടൊന്ന് എന്നെങ്കിലും എഴുന്നേക്കാൻ പറ്റും. അക്ഷരാർത്ഥത്തിൽ മരിക്കുന്ന ആളുകളെല്ലാം അബ്രഹാമിന്റെ മടിയിൽ ചെന്നിരിക്കുകയാണെങ്കിൽ അബ്രഹാമിന്റെ ഗതികേടെന്ന് പറഞ്ഞാൽ മതി. അബ്രഹാമിനെ കുറിച്ച് ബൈബിൾ പറയും ഇത്രയും നല്ല മനുഷ്യൻ വേറെ ആരും ഇല്ലെന്ന്. ആ അബ്രഹാം ഇത്രയും വലിയൊരു ശാപത്തിന് വേണ്ടിയാണോ? എല്ലാവരും മരിക്കുന്നവരെല്ലാം അബ്രഹാമിന്റെ മടിയിലോട്ട് പോയിരിക്കുക. ഒരാൾ എഴുന്നേക്കുമ്പോൾ അടുത്ത ആൾ കയറും. ഈ ജനമെല്ലാം എഴുന്നു കഴിഞ്ഞാൽ അബ്രഹാമിന് എഴുന്നേറ്റ് മാറാൻ പറ്റൂ? ഇനി അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നതിന് ഇത്ര വലിപ്പ വിസ്താരം ഉണ്ടോ? ഇത്രയും ആളുകൾക്കെല്ലാം ചെന്നിരിക്കുക. ഇതൊരു ഉപമയാണ്, അല്ലാതെ ഇത് അക്ഷരാർത്ഥമല്ല. അബ്രഹാമിന്റെ മടിയിൽ എല്ലാവരും ചെന്നിരിക്കുവാണെങ്കിൽ നമ്മള് യെശയ്യാവിന്റെ പ്രവചനം 63 അധ്യായത്തിൽ ആണോ? യെശയ്യാവ് 63:16 നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിൽ ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു. മരിച്ചവരല്ല അബ്രഹാമിന്റെ മടിയിൽ ചെന്നിരിക്കുകയാണെങ്കിൽ യെശയ്യാവിന്റെ പ്രവചനം 63 അധ്യായം 16 വാക്യം വായിക്കുന്നത് അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നുമില്ല. ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കോവിന്റെ കാര്യം. യാക്കോവ് ദൈവദൂതനുമായിട്ട് മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് യാക്കോവിനോട് ഇതിന്റെ പേര് യാക്കോവ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. അപ്പൊ അബ്രഹാമിന് ഞങ്ങളെ അറിയാൻ പാടില്ല, യാക്കോബിന് ഞങ്ങളെ തിരിയുന്നുമില്ല. അബ്രഹാമിനെ മടിയിൽ ചെന്നിരിക്കുകയാണെങ്കിൽ അബ്രഹാം അറിയണ്ടേ? മരിച്ചവർ പിന്നെ എവിടെ ഇരിക്കുന്നു? സങ്കീർത്തനം 49 നമ്മൾ വായിക്കുന്നു അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ തലമുറയോട് ചേരുന്നു എന്നാണ് വായിക്കുന്നത്. പിതാക്കന്മാരുടെ തലമുറ എവിടെയാണ്? ചിന്തിച്ചു നോക്കണം. മരിച്ചവർ അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി അക്ഷരാർത്ഥത്തിൽ ഇരിക്കുകയാണെങ്കിൽ ബൈബിൾ പറയുന്നു അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല, നീ തന്നെ ഞങ്ങളുടെ ദൈവം എന്ന് പറയുക സങ്കീർത്തനക്കാരൻ. അപ്പം പിന്നെ ഈ മരിച്ചവർ എവിടെയാണ്, അല്ലെങ്കിൽ പിതാക്കന്മാർ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അപ്പസ്തോലപ്രവൃത്തി 2-ാം അധ്യായം, അപ്പസ്തോലപ്രവൃത്തി 2:29-33 വാക്യങ്ങൾ. അപ്പസ്തോലപ്രവൃത്തി 2:29-33 വാക്യം. ഒരു പിതാവിന്റെ കാര്യം. ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവന്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് ധൈര്യമായിട്ട് പറയാം. കാരണം എന്താ? അവന്റെ കല്ലറ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. 32 വായിച്ചു. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാ എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ എന്ന് ബൈബിൾ പറയും. ദാവീദ് നല്ല മനുഷ്യനല്ലായിരുന്നു, എത്രയോ നല്ല മനുഷ്യനാണ്. ബൈബിൾ പറയണം, സ്തെഫാനോസിന്റെ പ്രസംഗമാണ്, ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. അപ്പൊ ദാവീദ് സ്വർഗാരോഹണം ചെയ്തിട്ടില്ല എന്നുള്ളതിന് തർക്കമില്ല. പിന്നെ എവിടെയാ മരിച്ചവരെവിടെ പോകുന്നതാണ് ബൈബിൾ പറയുന്നത്? അവർ മണ്ണിൽ നിദ്ര കൊള്ളുന്നു. കർത്താവിന്റെ മടങ്ങി വരവ് വരെ മരിച്ചവരെവിടെയാ? അവർ മണ്ണിൽ നിദ്ര കൊള്ളുകയാണ്. അതുകൊണ്ട് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത് ആലങ്കാരികമായ ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നു അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിൽ ഞങ്ങളെ തിരിയുന്നതുമില്ല. അപ്പൊ അക്ഷരാർത്ഥത്തിൽ അബ്രഹാമിനെ എവിടെ ഇരുത്തി? അബ്രഹാം മടിയിലല്ല ഇരുത്തിയിരിക്കുന്നത് മനസ്സിലാക്കണം. അപ്പൊ ലാസർ മരിച്ചു, ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ
അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന വിശേഷപ്പെട്ട അനുഗ്രഹം. ആർക്ക് മാത്രം ഉണ്ടായിരുന്ന അനുഗ്രഹം? യഹൂദജനതയ്ക്ക് മാത്രം ഉണ്ടായിരുന്ന അനുഗ്രഹം. കാരണം എന്താ? അവർക്കായിരുന്നു വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നത്, പിതാക്കന്മാരുണ്ടായിരുന്നത്, അവർക്കായിരുന്നു ദൈവം ഉള്ളത്, അവർക്കാണ് ന്യായപ്രമാണം ഉണ്ടായിരുന്നത്, അവർക്കാണ് ദേശം ഉണ്ടായിരുന്നത്, അവർക്കായിരുന്നു പുത്രത്വം ഉണ്ടായിരുന്നത് ഒക്കെ നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചു. അങ്ങനെ സകല അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു അബ്രഹാമി സന്തതിയാണ്, അബ്രഹാമിന്റെ മക്കളാ. അബ്രഹാമിന്റെ മക്കൾ എവിടെ ഇരിക്കുന്നത്? വാസ്തവത്തിൽ അബ്രഹാമിന്റെ മക്കളല്ലേ അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്നത്, അബ്രഹാമിന്റെ മാറിൽ ചാരി ഇരിക്കുന്നത്. ആ മടിയിൽ ഇരിക്കേണ്ട അബ്രഹാമിന്റെ മക്കളായ യഹൂദ ജനതയ്ക്ക് അവിടെ നിന്ന് സ്ഥാനം നഷ്ടപ്പെട്ട് പുറത്തു പോവുകയും അന്യപ്പെട്ട് കിടന്ന ജാതികൾ അബ്രഹാമിന്റെ മടിയിലേക്ക് വരികയും ചെയ്തു. അബ്രഹാമിന് അനുഗ്രഹം പ്രാപിക്കുവാൻ ജാതികൾക്കിടയായി. അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത് ആ ഒരു കരുതൽ, ഒരു അനുഗ്രഹത്തെയാണ് കാണിക്കുന്നത്. ലാസർ എന്ന് പറയുന്ന ദരിദ്രൻ, അത് ജാതികളെ കാണിക്കുന്നു. ആ ജാതികൾ അബ്രഹാമി സന്തതിയായി തീരുന്ന ഒരു ചിത്രം അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് യേശു തന്റെ പുനരുത്ഥാന ശേഷം പറഞ്ഞത്, ഇനി നിങ്ങൾ ലോകമൊന്നും പോയി സകല ജാതികളോടും സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞത്. ജാതികളെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. അപ്പൊ അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കേണ്ടിയിരുന്ന ഇസ്രായേൽ ജനത അവിടുന്ന് പുറത്താക്കപ്പെടുകയും ജാതികളായി കിടന്നിരുന്ന ആളുകൾ ലാസർ അബ്രഹാമിന്റെ മടിയിലേക്ക് വരികയും ചെയ്തു. അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹത്തിന്റെ ഭാഗമാക്കുകളായിട്ട് ജാതികൾക്ക് കടന്നു വരുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ മരിച്ചവരെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്ന് കാണിക്കുന്നത്. ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയും. ഈ ദൂതന്മാര് മോശയും പ്രവാചകന്മാരും, പിന്നെ വന്ന് യേശുവും അപ്പസ്തോലന്മാരും വരുന്നുണ്ട്. ഇവരുടെ എല്ലാം വാക്കുകളും എഴുത്തുകളും പഠിച്ച ജാതികൾക്ക് എന്ത് ചെയ്തു? ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഈ ജാതികളുടെ ആ സ്ഥിതിക്ക് മാറ്റം വന്നു. ബൈബിളിന്റെ സത്യത്തെ പഠിച്ച ജാതികൾക്ക് അബ്രഹാമി വാഗ്ദത്തത്തിന്റെ അനുഗ്രഹത്തിലേക്ക് വരുന്നതിന്, അബ്രഹാമിന്റെ മാറിലേക്ക് വരുന്നതിന് അവർക്ക് കഴിഞ്ഞു. 23-ാം വാക്യം. ധനവാനും മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തുനിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ. ഇവിടെ ധനവാൻ മരിച്ചടക്കപ്പെട്ടു എന്ന് കാണിക്കുന്നത് ഇസ്രായേൽ ജനതയുടെ സ്ഥിതിക്ക് മാറ്റം വന്നു. അതാ മരിച്ചടക്കപ്പെടുന്നു കാണിക്കും. എന്നിട്ട് സംഭവിച്ചു? അവർ പാതാളത്തിൽ യാതന അനുഭവിക്കും. മരിച്ച് കൈകാലുകൾ കെട്ടപ്പെട്ട് പാതാളത്തിൽ പോയി യാതന അനുഭവിക്കും. പാതാളത്തിൽ യാതന അനുഭവിക്കാതെ ഒരു നരകത്തിൽ കടന്ന് അവര് വിഷമിക്കുന്നു എന്നുള്ള അർത്ഥത്തെ അല്ല ഇവിടെ പറയുന്നത്. മറിച്ച് ഇസ്രായേൽ ജനതയ്ക്ക് അവർക്ക് ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങളിൽ നിന്നും അവർക്ക് വീഴ്ച സംഭവിച്ചിട്ട് അവർ പുറത്തു പോയി, അവർ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് പുറത്തുപോയി, യേശുവിനെ നിരസിച്ചത് കൊണ്ട് അവർ തള്ളപ്പെട്ടു പോയി. നമ്മൾ വായിക്കുന്നുണ്ട് യേശു അവരെ ശപിക്കുന്നത്, പെട്ടെന്നുള്ള കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്മാരിൽ ചേർക്കുന്നത് പോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്രവട്ടം മനസ്സായി, നിങ്ങൾക്കോ മനസ്സായില്ല, നിങ്ങളുടെ ഭവനം പാഴായി വിടപ്പെടും എന്ന് പറഞ്ഞ് അവരെ ശപിച്ച് തള്ളി. അവർ ലോകമെമ്പാടും ചെതറപ്പെട്ടു വരാണ്. ധനവാൻ മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ദണ്ഡനം അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത ആ സ്വദേശത്തു നിന്നും പറിച്ചു കളയപ്പെട്ടു. അവർ തള്ളപ്പെട്ടു ലോകമെങ്ങും പോയി. ഏതാണ്ട് 70-ലധികം രാജ്യങ്ങളിൽ അവർ ചെതറിപ്പോയി. ആ പോയ ദേശങ്ങളിലൊക്കെ അവർ യാതനയും പ്രയാസങ്ങളും വേദനകളും ഉപദ്രവങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്നതാണ് ധനവാൻ മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ യാതന അനുഭവിക്കുന്നത് കാണുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മേലോട്ട് നോക്കി ദൂരത്തുനിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവർ മനസ്സിലാക്കി, എന്ത് മനസ്സിലാക്കി? യഹൂദ ജനത മനസ്സിലാക്കി, ഇസ്രായേൽ ജനത ഇരിക്കേണ്ട സ്ഥാനത്ത് ജാതികൾക്ക് അവസരം കിട്ടിയതിനെ അവർ മനസ്സിലാക്കി. അവർ പിന്നെ ഈ ക്രൈസ്തവ മണ്ഡലത്തിൽ നിന്ന് യഹൂദ ജനത ലോകമെമ്പാട് ചിതറപ്പെട്ടു പോയ അവസ്ഥയില്ല. ക്രൈസ്തവ മണ്ഡലത്തിൽ നിന്ന് ക്രൈസ്തവരിൽ നിന്ന് അവര് ദയയും കരുണയും യാചിക്കുകയാണ്. 24-ാം വാക്യം. അബ്രഹാം പിതാവ് എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഈ അബ്രഹാമിനോടുള്ള ഈ ഈ ധനവാന്റെ യാതന കാണിക്കുന്നത് ക്രൈസ്തവ മണ്ഡലത്തിൽ നിന്നും ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ച കരുണയാണ്. കാരണം ഇസ്രായേൽ പോയി പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. ഇസ്രായേൽ തള്ളപ്പെട്ടു പോയി, അനേക ജനതയുടെ ഇടയിലേക്ക് പോയി. ഏതാണ്ട് 70ഓളം രാജ്യങ്ങൾ ചിതറപ്പെട്ടു പോയ അവസ്ഥയിൽ അവർ ലോകമെമ്പാടും കടന്ന് വിഷമിച്ച് അവർ പ്രയാസപ്പെടുന്ന ആ സന്ദർഭത്തിൽ അവര് ദൈവത്തോട് കരുണയ്ക്ക് യാചിക്കുകയാണ്. ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരാണ് അവരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത്. ആ ക്രിസ്ത്യാനികളോട് അവർ കരുണ യാചിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു സംഭവമാണെങ്കിൽ ഈ നരകത്തിൽ കിടന്ന് തീ കിടക്കുന്ന ഒരാള് ലാസറിന്റെ കയ്യുടെ അറ്റത്ത് വെള്ളം മുക്കിക്കൊണ്ട് നരകത്തിലോട്ട് വരുമ്പോൾ ആവശ്യപ്പെടുവോ? കാരണം ഈ ശകലം വെള്ളം കൊണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇത്രയും വലിയ തീക്കാത്താണെങ്കിൽ ഈ വെള്ളം പറ്റിപ്പോകില്ലല്ലോ, വല്ല പ്രയോജനമുണ്ടോ? അബ്രഹാം 25-ാം വാക്യമുണ്ടോ? അബ്രഹാം, മകനെ നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അബ്രഹാം കൊടുക്കുന്ന മറുപടി, അബ്രഹാം വാസ്തവം അങ്ങനെ ജീവിച്ചിരിപ്പില്ല, ഇതൊരു ആലങ്കാരികമാണ്. അബ്രഹാം പിതാവായതുകൊണ്ട് ഈ അർത്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അബ്രഹാം പറയാണ്, മകനെ നിന്റെ ആയുസ്സിൽ നീ നന്മ അനുഭവിച്ചു, ലാസർ തിന്മ അനുഭവിച്ചു.
ഇപ്പോൾ നീ തിന്മ അനുഭവിക്കുന്നു, അവൻ നന്മ അനുഭവിക്കുന്നു. കാരണം എന്താ? ഇസ്രായേലിന്റെ കയ്യിൽ, ഇസ്രായേലിന് അവരുടെ ആയുഷ്കാലത്ത് അവർക്ക് കൊടുത്ത, അവർക്ക് വഴിയിൽ അനുഷ്ഠിക്കാൻ കൊടുത്ത പ്രമാണമാണ്, ന്യായപ്രമാണം കൊടുത്ത, അവർ സമ്പന്നരായിരുന്നു, സകല വിധത്തിൽ സമ്പന്നരായിരുന്നു. ആ കാലത്ത് അവർ ദൈവത്തിങ്കൽ നിന്നും ധാരാളമായ നന്മ അനുഭവിച്ചു, ദൈവത്തിന്റെ കൃപയ്ക്ക് അവർ പാത്രമായി. എന്നാൽ ലാസർ ആ കാലങ്ങളിൽ ഈ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതെ, ലോകത്തിൽ ദൈവമില്ലാത്തവരായിട്ട് കടന്ന് അവർ ദുഃഖവും പ്രയാസവും അനുഭവിച്ചവരാണ്. എന്നാൽ കർത്താവിന്റെ വചനം സ്വീകരിക്കുക വഴിയായിട്ട് ഈ ദുഃഖം അനുഭവിച്ച ലാസർ വർഗത്തിന്, ജാതികൾക്ക് എന്ത് ചെയ്തു? സന്തോഷത്തിലേക്ക് വരുവാൻ കഴിഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ, കർത്താവായ യേശുവിനെ തന്നെ തള്ളിക്കളഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് ഇപ്പോൾ ഈ ദോഷം വന്നിരിക്കുന്നു. അബ്രഹാം 20 ഉത്തരം അവിടെ പറയുന്നു. 26 വാക്യം, അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു വിളക്കുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. നടുവേ വലിയൊരു പിളർപ്പുണ്ട്. ഏതാ ഈ പിളർപ്പ്? യഹൂദ യുഗവും സുവിശേഷ യുഗവും തമ്മിലുള്ള അന്തരമാണ്. യഹൂദ യുഗത്തിൽ നിൽക്കുന്നവർക്ക് സുവിശേഷ യുഗത്തിലേക്ക് വരുവാനോ, സുവിശേഷ യുഗത്തിൽ നിൽക്കുന്നവർക്ക് യഹൂദ യുഗത്തിലേക്ക് പോകാനോ കഴിയത്തില്ല. കാരണം എന്താ? ഒരു പ്രമാണം നീക്കപ്പെട്ടിട്ടാ മറ്റൊരു പ്രമാണം വന്നത്. ഒരു പ്രമാണത്തെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നവർക്ക് ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ യഹൂദ യുഗത്തിൽ നിൽക്കുന്ന ജനത ന്യായപ്രമാണത്തിന് കീഴിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പൊ സുവിശേഷ യുഗത്തില്ല, സുവിശേഷത്തിന്റെ കീഴിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ യുഗത്തിൽ നിൽക്കുന്നവർക്ക് അവിടെ വന്നിട്ട് രക്ഷ പ്രാപിക്കാൻ പറ്റത്തില്ല, ആ യുഗത്തിൽ നിൽക്കുന്നവർക്ക് ഇവിടെ വന്നിട്ട് രക്ഷ പ്രാപിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇവിടുന്ന് അങ്ങോട്ട് വരാൻ മേല, അവിടുന്ന് ഇങ്ങോട്ട് വരാൻ മേല. എന്താ ഇതിന്റെ അർത്ഥം? ന്യായപ്രമാണ യുഗത്തിൽ ആ നിയമത്തിന്റെ കീഴിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങോട്ട് വന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. കാരണം എന്താ? അവിടുത്തെ പ്രമാണം എന്താ? പ്രവൃത്തിയാലുള്ള നീതീകരണമാണ്, പ്രവർത്തിക്കണം. സുവിശേഷത്തിലെ പ്രമാണം പ്രവൃത്തിയല്ല, വിശ്വാസമാണ്. അപ്പം പ്രവർത്തിച്ച് നേടേണ്ട രക്ഷയായിരുന്നു ന്യായപ്രമാണ യുഗത്തിലുള്ളത്. സുവിശേഷ യുഗത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്ന അനുഭവമാണുള്ളത്. പ്രവർത്തിച്ച് രക്ഷ പ്രാപിക്കേണ്ട ആളുകൾക്ക് ഇവിടെ വന്നാൽ പ്രവർത്തിച്ച് രക്ഷ പ്രാപിക്കാൻ പറ്റുമോ? അവസരമില്ല. ഇവിടെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കേണ്ടത്. ഇവിടെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കേണ്ട ആളുകൾക്ക് അവിടെ വന്നാൽ പ്രവർത്തിച്ച് രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല. കാരണം വിശ്വസിക്കുക വേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തമ്മിൽ വലിയൊരു പിളർപ്പുണ്ട്, രണ്ട് യുഗവും തമ്മിലൊരു അന്തരമുണ്ട്. ഒരു യുഗത്തിലെ പ്രമാണം മറ്റൊരു യുഗത്തിലോ, മറ്റൊരു യുഗത്തിലെ പ്രമാണം ഈ യുഗത്തിലോ പ്രാവർത്തികമാക്കിയിട്ട് ഈ രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവിടെയുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഇവിടെയുള്ളവർക്ക് അങ്ങോട്ടും കഴിയില്ല എന്ന് അബ്രഹാം അതുകൊണ്ടാണ് പറയുന്നത്. ഇതൊരു ഭംഗ്യന്തരമുള്ള അവതരണമാണ്. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പം ലാസർ ഈ ധനവാൻ പിന്നെയും ആവശ്യപ്പെടുകയാണ്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അതുകൊണ്ട് അപ്പൊ ഞാനിവിടെ കൂട്ടി എത്ര പേരായി? എനിക്ക് 5 സഹോദരന്മാരുണ്ടെന്നാ ധനവാൻ പറയുന്നത്. അപ്പം ധനവാനോട് കൂട്ടി എത്ര മക്കളുണ്ട്? 6 മക്കളുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് ഈ ലാസറിനെ ഒന്ന് അയക്കണം എന്ന് പറയുന്നത്, ഈ 6 മക്കൾ കാണിക്കുന്നത് യഹൂദ ജനതയുടെ 12 ഗോത്രങ്ങളെ. അപ്പൊ ഒരു മകൻ എത്ര ഗോത്രത്തെ ചിത്രപ്പെടുത്തും? 2 ഗോത്രത്തെ വെച്ച് ചിത്രപ്പെടുത്തും. അതായത് ഈ ധനവാൻ കാണിക്കുന്ന, ഇവിടെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചു, ഉപദ്രവം അനുഭവിച്ചത് യഹൂദയും ബെന്യാമീനും, ഈ 2 ഗോത്രങ്ങളെ. മറ്റേ 10 ഗോത്രങ്ങളാണ് ലോസ്റ്റ് ട്രൈബ്സ് എന്ന് നമ്മൾ പറയുന്നത്, കാണാതെ പോയ ഗോത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മറ്റു 5 മക്കൾ കാണിക്കുന്നത് 10 ഗോത്രങ്ങളെയാണ്. ഒരു മകൻ 2 ഗോത്രങ്ങളെ വെച്ച് കാണിക്കുന്നു. ഇവിടെ ധനവാൻ 2 ഗോത്രത്തെ കാണിക്കുന്നു. അപ്പൊ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ അയക്കണം എന്ന് പറഞ്ഞാൽ ആ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ, അല്ലെങ്കിൽ ആ ഗോത്രങ്ങളുടെ അടുക്കലേക്ക് സുവിശേഷം അറിയിക്കണം എന്നുള്ള യഹൂദ ജനതയുടെ ആവശ്യത്തെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 29 വാക്യം, അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഈ ഇസ്രായേൽ ജനത്തിന് അവരൊക്കെ രക്ഷ പ്രാപിക്കാൻ ആരുണ്ട്? മോശയും പ്രവാചകന്മാരും ഉണ്ട്. മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞുകൊണ്ടല്ലേ ഇസ്രായേൽ ജനത്തിന് ഈ അനുഭവം എല്ലാം ഉണ്ടായത്. മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞ യഹൂദ ജനതയുടെ ഇടയ്ക്കൽ ജാതികളിൽ നിന്ന് സുവിശേഷകന്മാർ എന്ന് പ്രസംഗിച്ച് അവർ വിശ്വസിക്കുവോ? അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. മോശയുടെയും പ്രവാചകന്മാരുടെ, അവിടെ തുടർന്ന് പറയുകയാണ്, മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാത്ത ആളുകളുടെ അടുക്കലേക്ക് ലാസറിനെ വിട്ടിട്ടും പ്രയോജനമില്ല. അപ്പം പറയുന്നുണ്ട്, അതിനവൻ, അല്ലല്ല, അബ്രഹാം പിതാവ്, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആരാ ഇപ്പൊ എഴുന്നേറ്റ് ചെല്ലേണ്ട? അക്ഷരാർത്ഥം ഇവിടെ പറഞ്ഞു ലാസറാ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരുത്തൻ ചെന്നിട്ട് അവരോട് സുവിശേഷം പറഞ്ഞാൽ അവർ വിശ്വസിക്കുമെന്നാണ് ധനവാന്റെ പ്രതീക്ഷ. അപ്പൊ അബ്രഹാം എന്താ പറയുന്നത്? അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറയും.
മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാത്ത ഒരുത്തന്റെ ഇടയ്ക്കിലേക്ക്, അല്ലെ ഇസ്രായേൽ ജനത്തിന്റെ ഇടയ്ക്കിലേക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരുത്തൻ ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. മോശയുടെയും പ്രവാചകന്മാരുടെയും വചനങ്ങളെ കൊടുത്ത ഇസ്രായേൽ ജനത മോശയുടെയും പ്രവാചകന്മാരുടെയും വചനങ്ങളെ തള്ളിക്കളഞ്ഞു. ആ ഇസ്രായേൽ ജനതയുടെ ഇടയ്ക്കിലേക്ക് ക്രൈസ്തവ ലോകത്തിൽ നിന്ന് സുവിശേഷകന്മാർ ഇന്ന് ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ ജാതികളിൽ നിന്ന് വിളിക്കപ്പെട്ട, അതായത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് വന്ന ജാതികളിൽ നിന്ന് വിളിക്കപ്പെട്ട ലാസർ ചെന്ന്, അല്ലെങ്കിൽ സുവിശേഷകന്മാർ ചെന്ന് യഹൂദന്മാരുടെ സുവിശേഷം അറിയാൻ വിശ്വസിക്കുവോ? വിശ്വസിക്കുകയില്ല എന്നാണ് അബ്രഹാം ഇവിടെ പറഞ്ഞത്. അബ്രഹാം ഈ പറഞ്ഞത് അക്ഷരാർത്ഥത്തിലാണെങ്കിൽ, അബ്രഹാം പറയുന്നുണ്ടല്ലോ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ചെന്ന് പറഞ്ഞാൽ പോലെ അവർ വിശ്വസിക്കുകയെന്ന് പറഞ്ഞില്ലേ യഹൂദന്മാര്. അക്ഷരാർത്ഥത്തിലാണെങ്കിൽ അബ്രഹാം ഇവിടെ കള്ളം പറഞ്ഞതായിട്ടുണ്ട്. കാരണം എന്താ? എത്രയോ യഹൂദന്മാർ യേശു വിശ്വസിച്ചിട്ടുണ്ട്. യേശു ഉയർപ്പിച്ചില്ലേ ഒരു തബീര പെൺകുട്ടി യേശു ഉയർപ്പിച്ചില്ലേ? യേശു ഉയർപ്പിച്ചപ്പം എന്താ നമ്മൾ വായിക്കുന്നത്? യഹൂദന്മാർ അവരിൽ വിശ്വസിച്ചു എന്നല്ലേ. അപ്പൊ അക്ഷരാർത്ഥത്തിൽ മരിച്ചവരുടെ നിന്ന് ഒരുത്തൻ ചെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥമായാൽ അബ്രഹാം പറഞ്ഞ കള്ളത്തരെന്ന് വരും. കാരണം എന്താ? മരിച്ചവരുടെ നാളെ എഴുന്നേറ്റ് വന്നപ്പം യഹൂദന്മാർ വിശ്വസിച്ചല്ലോ. അപ്പൊ ഇതിനെ ഒരു അക്ഷരാർത്ഥത്തിലുള്ള ഒരു സംഭവമായിട്ട് ഈ ഉപമ എടുക്കാൻ കഴിയുകയില്ല. ഇന്ന് ക്രൈസ്തവ ലോകം ഇതിനെ സംബന്ധിച്ച് വിചാരിക്കുന്നത് മരിക്കുന്നവരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു ബോധവത്തായ ലോകത്തിൽ അവരിയ്ക്കുന്നു എന്നുള്ളതാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പലയിടത്തും ശവസംസ്കാര ശുശ്രൂഷ നമ്മൾ പങ്കെടുക്കുമ്പോഴൊക്കെ ഈ മരിച്ചയാൾ മരിച്ചിട്ടില്ല, അവർ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഇന്നത്തെ പൊതുവെയുള്ള ഒരു ധാരണ. എന്നാൽ ബൈബിൾ ഈ പറഞ്ഞത് അബ്രഹാമിന്റെ മടിയിലിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അബ്രഹാം തന്നെ ഒന്നും അറിയുന്നില്ല. ബൈബിൾ മരിച്ചവരെ കുറിച്ച് എന്താ പറയുന്നത്? മരിച്ചവരെ കുറിച്ച് തിരുവെടുത്ത് പറയുന്നത് മരിച്ചവർ ഒന്നും അറിയുന്നില്ല അല്ലേ? ചില വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഇയ്യോബ് 14 അധ്യായത്തിന്റെ 1-ാം വാക്യം. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കർപ്പസമ്പൂർണനും ആകുന്നു. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു. മനുഷ്യൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു. പൂ വിടർന്ന് പൊഴിഞ്ഞു പോയ പിന്നെ പൂ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല എന്ന് പറഞ്ഞല്ലോ മനുഷ്യൻ. 21-ാം വാക്യം. അവന്റെ പുത്രന്മാർക്ക് ബഹുമാനം ലഭിക്കുന്നത് അവൻ അറിയുന്നില്ല, അവർക്ക് താഴ്ച വഹിക്കുന്നത് അവൻ ഗ്രഹിക്കുന്നതുമില്ല. അവന്റെ പുത്രന്മാർക്ക് ബഹുമാനം വരുന്നതോ താഴ്ച വരുന്നതോ അവൻ അറിയുന്നില്ല. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ ഇവിടെ. ചിന്തിച്ചു, മരിച്ചവരുടെ അവസ്ഥയാ. പുത്രന്മാർക്ക് ബഹുമാനം വരുന്നതോ താഴ്ച വരുന്നതോ അവൻ അറിയുന്നില്ല. അപ്പം പിന്നെ മരിച്ച ഇയാൾ ഇപ്പൊ നമ്മളെ കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ബൈബിൾ എന്ത് പറയുന്നു? അവന്റെ പുത്രന്മാർക്ക് ബഹുമാനം വരുന്നത് താഴ്ച വരുന്നത് അവൻ അറിയുന്നില്ല എന്ന് പറയും. അറിയുന്നുണ്ടെന്നല്ല. സങ്കീർത്തനം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും. മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും. മരണത്തിൽ ദൈവത്തെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പാതാളത്തിൽ പോയവർ, മരിച്ചവർ ആരെങ്കിലും ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? ചിന്തിച്ചു നോക്കണം. ബൈബിൾ എന്ത് പറയും? ലോകത്തിൽ അനേകം വാദമുഖങ്ങളുണ്ട്. ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ നോക്കുക. 115-ാം സങ്കീർത്തനം 115-ന്റെ 16-ഉം 17-ഉം. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യൻ കൊടുത്തിരിക്കുന്നു. സ്വർഗം ആരുടെയാ? സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. മനുഷ്യർക്ക് എന്തിനെ കൊടുത്തു? ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തു. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. മരിച്ചവർ, ശ്രദ്ധിക്കുക, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. ബാക്കിയുള്ള വായിക്കും. നാമോ ഇന്ന് മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. നാമോ ആര്? ജീവിച്ചിരിക്കുന്നു. നാമോ ഇന്ന് മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. അപ്പൊ മരിച്ചവർ ഒന്നും അറിയുന്നില്ല എന്നാണ് ആ വാക്യത്തിന്റെ ഒക്കെ അർത്ഥം. 146-ാം സങ്കീർത്തനം 4-ാം വാക്യം. 146:4. അവന്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. അവന്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ. അന്ന് തന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും നിരൂപിക്കാൻ ഓർക്കാൻ പറ്റുമോ? ബൈബിൾ എന്ത് പറയുന്നത് ചിന്തിക്കുക. അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. സഭാപ്രസംഗി 3-ാം അധ്യായം 19-ാം വാക്യം. സഭാപ്രസംഗി 3-ന്റെ 19-20 വാക്യം.
മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു, രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു, രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യന് മൃഗത്തെക്കാൾ വിശേഷതയില്ല, സകലതും മായല്ലോ. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു, രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു, രണ്ടിനും ശ്വാസം ഒന്നത്രേ. അർത്ഥം എന്താ? മരണത്തിന്റെ അവസ്ഥയിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ്, ഇല്ലെന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യർക്ക് ഭവിക്കുന്നതും മൃഗങ്ങൾക്കും ഭവിക്കുന്നു, രണ്ടിനും ഗതി ഒന്ന് തന്നെ, രണ്ടിനും ശ്വാസം ഒന്നത്രേ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. അപ്പൊ മരണത്തിന്റെ അവസ്ഥയിൽ മനുഷ്യനും മൃഗങ്ങളും ഒരുപോലെയാണ്. പിന്നെ തുടർന്ന് വായിക്കും 20-ാം വാക്യം. എല്ലാം ഒരു സ്ഥലത്തേക്ക് പോകുന്നു. മരിക്കുന്നവർ എങ്ങോട്ട് പോകുന്നു? എല്ലാം ഒരു സ്ഥലത്തേക്ക് പോകുന്നു. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി വീണ്ടും പൊടിയായി. പൊടിയിൽ നിന്നെടുത്തു, ജീവശ്വാസം കൊടുത്തു, ജീവനുള്ള ദേഹിയായി തീർന്ന മനുഷ്യനെങ്കിൽ ആ മനുഷ്യൻ മരിക്കുമ്പോൾ മൃഗം മരിക്കുന്നത് പോലെയാണ്. എല്ലാം പൊടിയിൽ നിന്നെടുത്തു, പൊടിയിലേക്ക് തിരികെ. അതുപോലെ നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരുവോളം എന്നല്ലേ ദൈവം പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിൽ? പൊടിയിൽ തിരികെ ചേരുവോളം നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. പൊടിയിലേക്കാണ് പോകുന്നത്. അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു എന്നൊക്കെ പറയുന്നു. 9-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, സഭാപ്രസംഗം 9:10. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. നീ ചെല്ലുന്ന പാതാളത്തിൽ, നീ ചെല്ലുന്ന ശവക്കുഴിയിൽ പ്രവൃത്തിയില്ല, അറിവില്ല, സൂത്രമില്ല, ജ്ഞാനം, ഒന്നും അറിയാത്ത അവസ്ഥ. യെശയ്യാവ് പറഞ്ഞ 38-ാം അധ്യായം 18-19. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല. കുഴിയിൽ ഇറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നതുമില്ല. ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും. ഉണ്ടോ? അത് യെശയ്യാവ് 38:18-19. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല, കുഴിയിൽ ഇറങ്ങുന്നവൻ നിന്റെ വിശ്വസ്തയെ പ്രത്യാശിക്കുന്നില്ല. ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും. അപ്പൊ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ ജീവനുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ, മരിച്ചവർക്ക് കഴിയുകയില്ല എന്ന് വ്യക്തമായിട്ടാണ് ഇതിനോട് പറയുന്നത്. യെശയ്യാവ് 26-ാം അധ്യായം 14-ാം വാക്യം ഉണ്ടോ? യെശയ്യാവ് 26:14. മരിച്ചവർ ജീവിക്കുന്നില്ല, മരിച്ചവർ ജീവിക്കും. അപ്പൊ മരിച്ചവർക്ക് ജീവനുണ്ടോ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? ഇപ്പൊ ഈ മരിച്ചയാള് മരിച്ചിട്ടില്ല, സ്വർഗത്തിലിരിക്കുകയാണ്, അബ്രഹാമിന്റെ മടിയിലിരിക്കുകയാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോ ബൈബിൾ എന്ത് പറയും എന്ന് ചോദിക്കേ? മരിച്ചവർ ജീവിക്കുന്നില്ല. മരിച്ച ആളുകൾ മരിച്ചിരിക്കുകയാണ്. മരണം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ജീവനിൽ നിന്നുള്ള ഛേദനം, ജീവനില്ലാത്ത അവസ്ഥ. ജീവനില്ലാത്ത അവസ്ഥ. മൃഗവും മനുഷ്യനും മരണത്തിന്റെ അവസ്ഥ ഒരുപോലെയാണ് സ്ഥലവും പറയുന്നത്. രണ്ടും ഒരു സ്ഥലത്തേക്ക് പോകുന്നു എന്നാ പറയുന്നത്. എന്നാൽ ഈ മരിച്ചവർക്ക് പിന്നുള്ള പ്രത്യാശ എന്താ? മരിച്ചവരൊന്നും അറിയുന്നില്ല. ശ്വാസം പോകുന്നു, മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. അവന്റെ പുത്രന്മാർക്ക് ബഹുമാനം എന്ന് താഴ്ച അവൻ അറിയുന്നില്ല എന്നൊക്കെ പറയും. മരിച്ചവർ യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന് പറയും. പിന്നെ മരണത്തിന്റെ ശേഷം എന്താണ്? മരണത്തിന് ശേഷം എന്താ യെശയ്യാവ് പിന്നെയും വ്യക്തമാക്കുന്നുണ്ട്. 26-19 വാക്യം. നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പിക്കും. കണ്ടോ? നിന്റെ മൃതന്മാർ ജീവിക്കും, ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ. എന്താ? മൃതന്മാർ ജീവിക്കുമെന്ന്. പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ലാസറിന്റെ ഭവനത്തിൽ യേശു എന്താ കാണിച്ചത്? ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു, അല്ലാതെ എങ്ങാണ്ട് ജീവിച്ചിരുന്ന ഒരാൾ പുറത്തു വന്നു അല്ല നമ്മൾ വായിക്കുന്നത്. മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കെട്ടഴിപ്പിൽ അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. കണ്ടോ? ആ ലാസറിനെ കല്ലറയിൽ നിന്നും വിളിച്ചു ഉണർത്തിയതുപോലെ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോ മരിച്ചവനായ ലാസർ പുറത്തു വന്നതുപോലെ ഈ മരണത്തിലകപ്പെടുന്ന മുഴുവൻ മനുഷ്യവർഗത്തിനും മരണത്തിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നാണ് തിരുവെടുത്ത് പറയുന്നത്. അതാണ് ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത്, മരിച്ചവർ ജീവിക്കും, മൃതന്മാർ ജീവിക്കും എന്നൊക്കെ പറയുന്നത്. 90-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ മോശ പറയുകയാണ്, നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീനെന്നും അരുളി ചെയ്യുന്നു. കണ്ടോ? പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. പൊടിയിലേക്ക് മടക്കി വേണ്ടി വന്നത് കൊണ്ടാ. അവനെ എവിടുന്ന് എടുത്തത്? നമ്മൾ വായിക്കുന്ന യഹോവയെ നിലത്തെ പൊടി കൊണ്ട് ഒരു മനുഷ്യരെ ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിനിയായി തീർന്നു. നിലത്തെ പൊടിയിൽ നിന്നും മനുഷ്യനെ എടുത്തത് കൊണ്ട് മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്ന മോശ പറയാം. മരണത്തിൽ പൊടിയിലേക്ക് മടങ്ങിപ്പോവുകയാണ്, പൊടിയിലേക്ക് തിരികെ ചെല്ലുകയാണ്. പിന്നെ പൊടിയിൽ ഒന്നുമില്ല, ഇതെല്ലാം പൊടിയോട് ആയിട്ട് നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരുമെന്ന് യഹോവയായ ദൈവം കൽപ്പിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ പൊടിയിലേക്ക് തീരുന്നു. എന്നാൽ മോശ പിന്നെയും തുടരുകയാണ്, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ എന്ന് പറഞ്ഞു ചെയ്യുന്നു. ആ പൊടിയിൽ അകപ്പെട്ട മനുഷ്യപുത്രന്മാരെ അവിടെ നിന്ന് മടക്കി വരുന്നു. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞതുപോലെ മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? അവർ ആ പൊടിയിൽ നിന്നും പിന്നെയും ഉയർത്തെഴുന്നേറ്റ് വരും. ഇതാണ് തിരുവെടുത്ത് പറയുന്നത്. അപ്പൊ മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും ഇടയ്ക്കുള്ള ഇടവേളയിൽ മൃതന്മാർ നിദ്ര കൊള്ളുകയാണ്. അതാ ലാസർ നിദ്ര കൊള്ളുന്നു എന്ന് യേശു പറഞ്ഞു.
അവര് നിദ്ര കൊള്ളുക, നല്ല ഉറക്കത്തിൽ നമ്മൾ ഒന്നും അറിയുന്നില്ല. അതുകൊണ്ടാണോ മനുഷ്യരൊന്നും അറിയുന്നില്ലെന്ന് പറയുന്നത്? എന്നാൽ മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവിൻ വിളിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ നിദ്രയിൽ കിടന്നവര് ഉണർന്നു വരും, ഉണർന്നെഴുന്നേറ്റ് വരും. അതാണ് ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നെഴുന്നേൽക്കുവിൻ. യേശു തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 5:26 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളുള്ളവർ എല്ലാവരും മനുഷ്യപുത്രന്റെ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേറ്റ് വരുവാനുള്ള നാഴിക വരുന്നു. കേട്ടോ, അപ്പൊ കല്ലറകളിലുള്ളവർ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് തിരുവെടുത്ത് അസന്നിഗ്ധമായിട്ട് പറയുക. മുഴുവൻ മനുഷ്യവർഗത്തിനും ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഉയർത്തെഴുന്നേറ്റ് വരുന്നതിന് ഒരു അവസരം ഉണ്ട് എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുമ്പോ, ഇന്ന് മൃതന്മാർ മരിച്ചുപോയ ആളുകളെല്ലാം മണ്ണിൽ നിദ്ര കൊള്ളുകയാണ്. അവരൊന്നും അറിയുന്നില്ല, അവരെ യഹോവയെ സ്തുതിക്കുന്നില്ല, അവർ നിദ്ര കൊള്ളുന്നു. സക്കരിയായുടെ പുസ്തകം നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട് മരിച്ചവരെ സംബന്ധിച്ച്, പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിന്ന്. പ്രത്യാശയുള്ള ബദ്ധന്മാർ, ഇല്ലാത്ത ബദ്ധന്മാരെന്നല്ല, മരിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് പ്രത്യാശയുണ്ടെന്തേ, അവർ ഉയർത്തെഴുന്നേറ്റ് വരും. കല്ലറകളുള്ളവർ എല്ലാവരും മനുഷ്യപുത്രന്റെ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞ് യേശുവാ പറഞ്ഞത്. യേശു പറഞ്ഞെങ്കിൽ മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവിൻ എന്ന് വിളിക്കുമ്പം മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ള കാര്യം തർക്കമില്ല. അതുകൊണ്ടാണ് അപ്പസ്തോലപ്രവൃത്തി 17-ാം 31 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. താൻ മുഖാന്തരം ദൈവത്തെ സമീപിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ലോകത്തെ അപ്പസ്തോലപ്രവൃത്തി 17:31 ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്നതിന് അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ, ആരെയാ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച? യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. എല്ലാവർക്കും, മുഴുവൻ മനുഷ്യവർഗത്തിനും മരണത്തിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് ഉറപ്പ് നൽകിയിരിക്കുക. കർത്താവായ യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത് കൊണ്ട് എല്ലാവർക്കും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ആ ഉറപ്പ്, ആ ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്ന ഒരു കാലത്തിലേക്ക് നാം ഏറ്റവും പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുക. ഈ ലോക സംഭവവാസങ്ങളൊക്കെയും ചില കാര്യങ്ങൾ കൊണ്ട് വഴിമാറിപ്പോയി ദൈവത്തിന്റെ രാജ്യം ഭൂമി സ്ഥാപിക്കുമ്പോൾ ആ രാജ്യത്തിൽ മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവിനുള്ള കർത്താവിന്റെ ഇമ്പസ്വരം കേട്ട് മുഴുവൻ മനുഷ്യവർഗവും മൃതന്മാരും ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളതാണ് ബൈബിൾ ഘോഷിക്കുന്ന സത്യം. ഇതിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ ബൈബിൾ പറയുന്ന സത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കർത്താവ് കല്ലറകളുള്ളവർ ആര് വരുമെന്ന് പറഞ്ഞേ? കല്ലറകളുള്ളവർ എല്ലാവരും. ആരെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇനിയാൾ ഉയർത്തെഴുന്നേറ്റ് വരത്തില്ല, ഇന്നൊരു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? യേശു പറയുന്നത്, മോശ എന്താ പറഞ്ഞു? മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവിൻ. ഈ ബൈബിൾ പഠിച്ച് യേശുവിനെ ഈ ആയി രക്ഷകനായിട്ട് സ്വീകരിച്ചത് മാത്രം വരുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവിൻ എന്ന് പറഞ്ഞ് ചെയ്യുന്നു. ആർക്ക് ഉറപ്പ് കൊടുത്തുന്ന അപ്പസ്തോലപ്രവൃത്തി പറയുന്നത്? അവരെല്ലാവർക്കും അതിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. അപ്പൊ മുഴുവൻ മനുഷ്യവർഗവും ദൈവത്തിന്റെ രാജ്യത്ത് ഉയർത്തെഴുന്നേറ്റ് വന്ന് നിത്യജീവനെ പ്രാപിക്കുവാൻ തക്കോണം ഒരവസരം എല്ലാവർക്കും കൊടുക്കും എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ട് ഈ പറയുന്ന ധനവാനും ലാസറും എന്ന് പറയുന്ന ഉപമ എന്ന് പറയുന്നത്, ആ ഉപമയിൽ നമ്മൾ അതൊരു ഉപമയാണ്, ഇസ്രായേലിലെയും ജാതികളെയും കൂടെ താരതമ്യപ്പെടുത്തുന്ന ഒരു ഉപമയാണ്, അല്ലാതെ മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും കാര്യമല്ല അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഉപമയിൽ പറയുന്ന ധനവാൻ വർഗം യഹൂദനാണ്, ലാസർ ജാതികളാണ്. യഹൂദന്മാർക്ക് അവകാശപ്പെട്ട അനുഗ്രഹത്തിലേക്ക്, അബ്രഹാമി അനുഗ്രഹത്തിലേക്ക് ജാതികൾ കടന്നു വരുന്നതും യഹൂദന്മാർ അവിടെ തള്ളപ്പെട്ടു പോയി പീഡനങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നതുമായ ഒരു ചിത്രം മാത്രമാണ് ആ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ ഒരു നടന്ന സംഭവമായിട്ട് എടുത്താൽ നമ്മുടെ ബൈബിളിന്റെ ആശയങ്ങളെല്ലാം തെറ്റിപ്പോകും എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മയിൽ വെക്കുക. വേദപഠിതാക്കളെ സംബന്ധിച്ച് നമ്മൾ ബൈബിൾ എന്ത് പറയുന്നു എന്ന് ഓരോ കാര്യങ്ങളും കൃത്യതയോടെ മനസ്സിലാക്കുക. അല്ലാതെ ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാമാണ് ശരിയെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. വളരെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനോട് പറഞ്ഞു, അവന് കൽപ്പന കൊടുത്തു, നിങ്ങൾ തോട്ടത്തിന് നടുവിലുള്ള നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. നീ മരിക്കും. എന്നാൽ പോഷകുകളുടെ ഉപജ്ഞാതാവായ പിശാച് എന്ന് പറഞ്ഞു? നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം ദൈവത്തെ പോലെ ആകുമെന്ന് പറയും. ഇന്ന് നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ഈ ക്രൈസ്തവ ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടുന്നത് എന്താണ്? നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞ യഹോവയുടെ വചനമാണോ? നിങ്ങൾ മരിക്കയില്ല, ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ പിശാച് പറഞ്ഞ ഹോട്ടാണോ ഇന്ന് ലോകത്തിൽ വിശ്വസിക്കപ്പെടുന്നതെന്ന് ചിന്തിക്കണം. ഇന്ന് അനേകം മരിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞ്, ആ മരിച്ച ആൾക്ക് മരിച്ചിട്ടില്ല, സ്വർഗത്തിലിരിക്കുന്നു, അബ്രഹാമിന്റെ മടിയിലിരിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മരിച്ചവർ ഉയർക്കുന്ന സമയം ബൈബിൾ പറയുന്നുണ്ട്. എപ്പോഴാണ്? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ കർത്താവിന്റെ മടങ്ങി വരവിലാണ് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതെന്ന് വളരെ കൃത്യതയോട് ബൈബിൾ പറയുമ്പോൾ പിന്നെ എങ്ങനെ ഇപ്പം മരിച്ചവർ സ്വർഗത്തിരിക്കുന്നത്? ചിന്തിച്ചേക്ക്. പിശാച് പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം പറഞ്ഞ സത്യം നാം വിശ്വസിക്കണമോ, പിശാച് പറഞ്ഞ ഫോൾക്ക് വിശ്വസിക്കണം? എല്ലാം ബൈബിളിന്റെ വെളിച്ചത്താണ്. നമുക്ക് ഈ ബൈബിൾ അല്ലാതെ ദൈവം തന്റെ നിർണയമായിട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ള സത്യത്തെ മാത്രം കണ്ടെത്തി ആ സത്യം മാത്രം പഠിച്ച് ആ പ്രത്യാശയിൽ ഇരിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അനേക കാര്യങ്ങളും പറയാം.
പിരിയാം പല കക്ഷിയായി ജനം പരിശോധിച്ചറിയേണ്ടയോ നൃപൻ എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ പല കക്ഷിയായിട്ട് ജനങ്ങൾക്ക് അഭിപ്രായമുണ്ട്, പക്ഷെ രാജാവാണെങ്കിൽ എല്ലാം പരിശോധിച്ചറിയണം. പല അഭിപ്രായങ്ങൾ ലോകത്തിലുണ്ട്. പക്ഷെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അപ്പോസ്തലന്റെ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് യേശുവിനെയും പുനരുത്ഥാനത്തെയും കുറിച്ച് പ്രസംഗിച്ചു. ഒരു പുനരുത്ഥാന ദിവസമുണ്ട്, അത് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്, മുഴുവൻ മാനവജാതിക്കുണ്ട്. ആ കൊടുക്കുന്ന അവസരത്തിൽ, ആ പുനരുത്ഥാന ദിവസത്തിൽ സത്യം അറിയുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ അവസരം എല്ലാവർക്കും കൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ നമ്മൾ വായിക്കുന്നത്, ഒരു പട്ടണത്തിലുള്ളവർ മറ്റൊരു പട്ടണത്തിൽ ചെന്ന് സൈനികളെ കർത്താവിനെ നമസ്കരിക്കുവാൻ യെരൂശലേമിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളും പോരുന്നു എന്ന് അവർ പറയും. അവർ ആബാലവൃദ്ധം എന്നെ അറിയും, ബാലൻ മുതൽ വൃദ്ധൻ വരെ എല്ലാവരും ദൈവത്തെ അറിയുന്ന ഒരു കാലമുണ്ട്. അതിനാണ് ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിനുള്ള കാലം ഏറ്റവും സമീപമായിരിക്കുന്നു എന്നുള്ള സത്യമാണ് നാം ഇന്ന് ലോകത്തോട് ഘോഷിക്കുന്നത്. അതുകൊണ്ട് ഈ വിലപ്പെട്ട പാഠത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം, സ്തോത്രം ചെയ്യാം. ഞാൻ ഈ വാക്കുകളെ അവസാനിപ്പിക്കും. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടും. ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ്